അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. 2-ാം സങ്കീർത്തനം അതിന്റെ 12-ാമത്തെ വാക്യമാണ്. ഓർപ്പിക്കട്ടെ, നിങ്ങൾക്കറിയാം ഈ വേദപുസ്തകം 66 പുസ്തകമാ. അതില് വളരെ തലകെടുപ്പോടെ നിൽക്കുന്ന ഒരു പുസ്തകമാ സങ്കീർത്തന പുസ്തകം. ഏതാണ്ട് 5 ഭാഗങ്ങളായിട്ട് 5 പുസ്തകങ്ങളായിട്ടാണ് സങ്കീർത്തനം 150 തരംതിരിച്ച് പഠിക്കുകയും വേർതിരിച്ചിരിക്കുന്നത്. ഞാനെപ്പോഴും പറയും, സങ്കീർത്തന പാരായണത്തിന് വളരെ പ്രാധാന്യമുണ്ട്, വിശേഷിച്ച് വേർപെട്ട ദൈവമക്കളുടെ കൂട്ടത്തിൽ. നമ്മുടെ ഒട്ടുമിക്ക ശുശ്രൂഷകളിലും സങ്കീർത്തന പാരായണത്തിന് പ്രാധാന്യമുണ്ട്. സന്ദർഭോചിതമായിട്ട് സങ്കീർത്തനം വായിച്ച് ധ്യാനിച്ച് പ്രബോധിപ്പിക്കുന്നത്, പ്രസംഗിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. ഇന്ന് രാത്രി 2-ാം സങ്കീർത്തനം 12-ാം വാക്യമാണ് അടിസ്ഥാനമായിട്ട് വായിച്ചത്. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ഈ 2-ാം സങ്കീർത്തനം എഴുതിയത് ആരാണെന്ന് അതിന്റെ ഹെഡിങ്ങിൽ ഇല്ല. ഉണ്ടോ? ഒരു പിണക്കം പോലെ. അപ്പോൾ 2-ാം സങ്കീർത്തനം എഴുതിയത് ആരാണെന്ന് ഇതിന്റെ ഹെഡിങ്ങിലില്ല. എന്നാൽ ഒരു സങ്കീർത്തനം എഴുതിയത് ആരാണെന്ന് അതിന്റെ ഹെഡിങ്ങിൽ ഇല്ലെങ്കിൽ വേറെ പഠിതാക്കൾ പറയുന്നത് അതിന് മുൻപുള്ള സങ്കീർത്തനമോ പിൻപുള്ള സങ്കീർത്തനം പഠിക്കണം. ഈ മുൻപും പിൻപുമുള്ള സങ്കീർത്തനങ്ങൾ എഴുതിയ വ്യക്തിയായിരിക്കും തലക്കെട്ടില്ലാത്ത ഈ സങ്കീർത്തനവും എഴുതിയത് എന്നാണ് വേദ പഠിതാക്കളിൽ ചിലരുടെ അഭിപ്രായം. അങ്ങനെയെങ്കിൽ 1-ാം സങ്കീർത്തനം എഴുതിയത് ആരാണെന്ന് പഠിക്കണം, 3 എഴുതിയത് ആരാണെന്ന് പഠിക്കണം. എന്നാൽ 1-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിലും ഇല്ല ഇതാരാണ് എഴുതിയതെന്ന്. ഉണ്ടോ? ഇല്ല. എന്നാൽ ഇതിനെപ്പറ്റി പഠിക്കുന്ന ചിലര് പറയുന്നത് 1-ാം സങ്കീർത്തനം എഴുതിയത് എസ്രാ ശാസ്ത്രിയാണെന്ന ഒരു വാദം. ന്യായപ്രമാണത്തെ പറ്റി അഗാധ പാണ്ഡിത്യമുള്ള ശാസ്ത്രിയായിരുന്നല്ലോ എസ്രാ ശാസ്ത്രി. അദ്ദേഹത്താൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണ് 1-ാം സങ്കീർത്തനമാണെന്നാണ് ചിലരുടെ വാദം. അതവിടെ നിൽക്കട്ടെ. എന്നാൽ 3-ാം സങ്കീർത്തനം എഴുതിയത് ആരാണെന്ന് അതിന്റെ ഹെഡിങ്ങിലുണ്ട്. ആ 3ന്റെ ഹെഡിങ് ഒന്ന് വായിച്ചാട്ടെ ദൈവദാസി. ദാവീദ് തന്റെ മകനായ അബിശലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ. ഒന്നുകൂടെ വായിച്ചേ. ദാവീദ് തന്റെ മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. ദാവീദ് തന്റെ മകനാകുന്ന അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. അപ്പോൾ 1-ാം സങ്കീർത്തനത്തിന്റെ തലക്കെട്ടില്ല ആരാണെന്ന്, 2-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിലുമില്ല ആരാണ് എഴുതിയതെന്ന്. എന്നാൽ 3-ാം സങ്കീർത്തനത്തിന്റെ മുകളിൽ കിടപ്പുണ്ട് ദാവീദ് തന്റെ മകനാകുന്ന അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഒന്നും പോകുന്നില്ല. ശമൂവേലിന്റെ 2-ാം പുസ്തകം 15, 16, 17, 18, 19 ഇത്യാദി അധ്യായത്തിലാണ് ആ ഓടിപ്പോക്കും അനന്തര സംഭവങ്ങൾ വിവരിച്ചിരിക്കുന്നത്. അപ്പനാകുന്ന ദാവീദിനെ വകവരുത്തുവാൻ പുത്രനാകുന്ന അബ്ശാലോം കരുക്കളൊരുക്കി. അബ്ശാലോമിന്റെ അകത്ത് അധികാരഭ്രമം കയറി. അധികാരഭ്രമം. അപ്പോൾ കസേരയോടുള്ള മോഹം അകത്ത് കയറി. അതാണല്ലോ ഇപ്പൊ എല്ലായിടത്തും നടക്കുന്നേ. എങ്ങനെങ്കിലും ഒരു കസാര കിട്ടണം. ഓവർസീറുടെ കസാര കിട്ടണം, സൂപ്രണ്ടിന്റെ കസാര കിട്ടണം, പിന്നെ എന്തുവാ പ്രസിഡന്റിന്റെ കസാര കിട്ടണം. ചെല്ല് പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ചാകുന്നതിന് മുന്നേ ആ കസേരയിലൊന്ന് ഇരിക്കണം. ചിലരങ്ങനല്ല, ചെല്ല് പറഞ്ഞ് എനിക്ക് അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചൊന്ന് ചത്താൽ മതി. ഞാൻ ദീർഘവർഷങ്ങളായി ഈ കർത്താവിൻ്റെ വേല ചെയ്യുക, ഇതുവരെ ഒരു കസേര കിട്ടിയില്ല. എൻ്റെ ഒരു ആഗ്രഹമുള്ളൂ, ചാകുന്നതിന് മുന്നേ എനിക്ക് ആ കസേരയിലൊന്ന് ഇരിക്കണം. കുറച്ചുകൂടെ മിടുക്കന്മാരും വിദ്വാൻമാരും പറഞ്ഞ് എനിക്കതിൽ ഇരുന്നോണ്ട് ചാകണം. ചത്താലും വിടുകയല്ല, കസേരയെ കൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാം, കസേരയല്ല വിഷയം, നീ നിത്യത ചെല്ലുന്നതാ വിഷയം. അപ്പൊ എല്ലാവർക്കും അധികാരമോഹം. അധികാരമോഹത്തിന്
കസേരയ്ക്ക് വേണ്ടി എന്ത് സൂത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ ചെയ്യും ആൾക്കാര്. കുതികാല് വെട്ടും, ചതിക്കും, വഞ്ചിക്കും, കള്ളസാക്ഷി പറയും, കാണാത്ത കാര്യം കണ്ടെന്ന് പറയും. ഇതൊക്കെ ചെയ്യുന്ന കാലത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അബ്ശാലോമിന്റെ അകത്ത് അധികാരമോഹം കയറി. അപ്പനാകുന്ന ദാവീദിനോട് നേരിട്ട് ചോദിച്ചാൽ ദാവീദ് കസേര കൊടുക്കുകയല്ല, ഈ സ്ഥാനം കൊടുക്കത്തില്ല. അത് വിദ്വേഷമുണ്ടായിട്ടല്ല, മറിച്ച് അഭിഷേകമില്ലാഞ്ഞിട്ടാണ്. വിദ്വേഷമുണ്ടായിട്ടല്ല. കാരണം ഇസ്രായേലിൽ ഒരുവൻ രാജാവാകണമെങ്കിൽ അതിന് ക്രമീകരണങ്ങൾ, വ്യവസ്ഥയുണ്ട്. ഇസ്രായേലിൽ ഒരുവൻ രാജാവാകണമെങ്കിൽ അവൻ സ്തോത്രം തൈലാഭിഷേകം നടത്തിയിരിക്കണം. അഭിഷേക തൈലത്തിന് വ്യവസ്ഥയുണ്ട്. അതെല്ലാവരും കയറി തലേ കയറി ഒഴിക്കാനും ഒക്കത്തില്ല. അതിന് കൂട്ടുണ്ട്. ആ കൂട്ട് ആലയത്തിലെ തൂക്കപ്രകാരം, അവൻ വൈദ്യന്റെ വിധി പ്രകാരം. അപ്പൊ ഈ തൈലം ഉണ്ടാക്കണം, അതിന് ക്രമങ്ങളുണ്ട്. സ്തോത്രം. എന്തൊക്കെ സാധനമാണെന്ന് പുസ്തകത്തിൽ വാക്യമുണ്ട്. ഇപ്പം ഒന്ന് വായിക്കാമെങ്കിൽ പെട്ടെന്ന് വായിക്കാമോ? പുറപ്പാട് പുസ്തകം 30:22 മുതൽ ഒന്ന് വായിച്ചു പെട്ടെന്ന്. ഷൂപാസും കൂടെ വായിക്കാതെ ഒക്കുകയല്ലെന്ന് തോന്നുന്നു. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, മേത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കൽ അയഞ്ഞ മൂരും 500 ശേക്കൽ അയഞ്ഞ മൂര്, മുറുകിയ മൂരൊക്കുകയല്ല, അയഞ്ഞ മൂരും. ഇപ്പൊ ഇവിടെ എല്ലാം മുറുകിയിരിക്കുക. സ്തോത്രം. എല്ലാം മുറുകിയിരിക്കുക. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഈ യോഗത്തിന് വന്ന് മസിൽ പിടിച്ച് മുറുകിയിരിക്കരുത്. ഫ്രീ ആയിട്ടിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയൊക്കെ ചെയ്യണം. ഞാൻ പാസ്റ്ററാണ്, സെൻട്രൽ പാസ്റ്ററാണ്, ഞാൻ ചുമതലയുള്ള ആളാണ്, പ്രസിഡൻ്റാണ്, വൈസ് പ്രസിഡൻ്റ് ചെയ്യാൻ. അയഞ്ഞ മൂറ് ഇച്ചിരി അയച്ചേക്കണേ. വായിച്ചോ. അതിൽ പാതി 250 ശേക്കൽ, അതിൽ പാതി 250 ശേക്കൽ സുഗന്ധലവംഗം, പിന്നെ 500 ശേക്കൽ വയനത്തൊലിയും, 500 ശേക്കൽ വയനത്തൊലി, പിന്നെ ഒരു ഹീൻ ഒലിവെണ്ണയും എടുത്ത തൈലക്കാരന്റെ വിദ്യ പ്രകാരം നമ്മുടെ വിദ്യ ഒന്നും ഇതിനകത്ത് ഇറക്കരുത്. ഇപ്പൊ കൂടുതലും നമ്മുടെ വിദ്യ മിണ്ടുന്നില്ല. സ്തോത്രം. ഒത്തിരി വിദ്യകളുണ്ട്. ആട്ടെ, എന്തിനാ ആദ്യത്തെ ദിവസം അലോഗ്യം ഉണ്ടാക്കുന്നത്? അതുകൊണ്ടൊന്നും ഞാനങ്ങ് അടങ്ങുക. അപ്പോൾ തൈലക്കാരന്റെ വിദ്യ പ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലം മതി. അപ്പോൾ ഈ തൈലം നിയോഗിക്കപ്പെട്ട അഭിഷിക്തൻ ആരാണ് രാജാവെന്ന് വെച്ചാൽ അവന്റെ ശിരസിൽ കൊണ്ടൊഴിക്കണം. ഇതാ വ്യവസ്ഥ. വേദപുസ്തകം പഠിക്കുന്ന നിങ്ങൾക്കറിയാം, വിവിധ അഭിഷേകങ്ങളുണ്ട്. രാജാവിനുള്ള അഭിഷേകം, പുരോഹിതനുള്ള അഭിഷേകം, പ്രവാചകന്മാർക്ക് ഉള്ള അഭിഷേകം. അപ്പൊ രാജാഭിഷേകം, പ്രവാചക അഭിഷേകം, പുരോഹിത അഭിഷേകം, ഇതിനൊക്കെ വ്യവസ്ഥകളുണ്ട്. വേറെ ഉണ്ട് അഭിഷേകം കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞത്, യാക്കോബ് ഒരു സ്ഥലത്ത് കിടന്നുറങ്ങി, തലയണയായിട്ട് കല്ല് കിട്ടി, നേരം വെളുത്ത് എഴുന്നേറ്റ് കല്ല് തൂണാക്കി നിർത്തി, അതിന് വെളിയിൽ എണ്ണ ഒഴിച്ചു. അതിന് ഞാൻ പറഞ്ഞത് കല്ലഭിഷേകം വന്ന. അതാ നമ്മുടെ സഭയിലെല്ലാ അഭിഷേകമുള്ളവരാ കൂടുതലും. ഏതാ? കല്ലഭിഷേകം. രാവിലെ 10 മുതൽ 1 മണി വരെ കരിങ്കല്ലിരിക്കുമ്പോൾ ഇരിക്കുക, ഒരു സ്തോത്രം പറയാട്ടെ, കൈയടിക്കുകയാട്ടെ, ഒരനക്കവുമില്ല, കരിങ്കല്ലിൻ്റെ അഭിഷേകമായിട്ടിരിക്കുക. അങ്ങനെയുള്ളവരും ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വേറെ അഭിഷേകം പോട്ടെ. അപ്പോൾ ഇസ്രായേലിൽ ഒരുവൻ രാജാവാകണമെങ്കിൽ തൈലക്കാരന്റെ വിദ്യപ്രകാരം തൈലക്കൂട്ടുണ്ടാക്കി ആത്മനിയോഗം പ്രാപിച്ച് അഭിഷേകൻ അവന്റെ ശിരസിൽ കൊണ്ടൊടിക്കണം. അവനാ രാജാവ്. അബ്ശാലോമിന് ഈ അഭിഷേകം ഒന്നും ലഭിച്ചിട്ടില്ല, സൂത്രത്തിൽ തട്ടിയെടുക്കുക. അപ്പൊ ദാവീദിന്റെ അടുക്ക നേരിട്ട് ചെന്ന് ചോദിച്ചാൽ ദാവീദ് ഈ കസേര കൊടുക്കത്തില്ല. വിദ്വേഷമുണ്ടായിട്ടല്ല, അഭിഷേകമില്ലാഞ്ഞിട്ടാ. അഭിഷേകമുള്ളവൻ വേണം. അപ്പൊ പിന്നെ നേരായ മാർഗത്തിൽ കിട്ടുക, അല്ലെങ്കിൽ സൂത്രമാണല്ലോ. ആ സൂത്രം കണ്ടുപിടിച്ചു. ഞാൻ താഴോട്ടുള്ള ഭാഗം ഒന്നും വിവരിക്കുന്നില്ല. അങ്ങനെ സൂത്രത്തിൽ ദാവീദിനെ സ്ഥാനഭ്രഷ്ടനാക്കി ആൾക്കാരെ എല്ലാം കൂടെ വശീകരിച്ച്, ചക്കരവാക്കും മുഖസ്തുതിയൊക്കെ പറഞ്ഞ ആൾക്കാരെ വശീകരിച്ച് ഇവൻ സൂത്രത്തിൽ അധികാരം കൈയടക്കി. ദൈവത്തിന്റെ മഹത്വം. അങ്ങനെ അബ്ശാലോമിനെ പേടിച്ച് ദാവീദ് രാജാവ് ഓടി. എൻ്റെ ഭാഷ പറഞ്ഞ് ഓടി ഊപ്പാട് വന്നെന്നുള്ളതാ.
അങ്ങനെ ഓടി ഓടി കിരീടം വേണ്ടെന്ന് വെച്ച് പൊഞ്ചങ്കോൽ മാറ്റിയിട്ട് രാജവസ്ത്രം ധരിക്കാതെ ഗദ്ഗതത്തോടെ വളരെ വേദനയോടെ ഓടി ഇങ്ങനെ ഗദ്രോന്തോട് കടന്ന് കൂടെ ഓടാൻ എല്ലാവരും പോയില്ല. പ്ലിയത്തിരുമാകുന്ന കുറച്ച് പേര് കൂടെ വന്നു. അങ്ങനെ പേടിച്ചോടി കിദ്രോന്തോട് കടന്ന് പിന്നെ ഒലിവുമലയുടെ കയറ്റം അങ്ങോട്ട് കയറിയപ്പോൾ നിരപ്പി ചെന്നപ്പോൾ ഒരുത്തം വരുന്നു. അർഘ്യനായ ഹൂശായി, ദാവീദിന്റെ സ്നേഹിതന ഹൂശായി പറഞ്ഞു, ഞാനും നിന്റെ കൂടെ വരും. പറഞ്ഞു, ഇപ്പം എൻ്റെ കൂടെ വരണ്ട, നീ അങ്ങ് പോകണം. എനിക്ക് വിരോധമായിട്ട് ചിലപ്പോൾ അഗീതോബൽ എഴുന്നേക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ അവിടെ പോയെങ്കിലും ഒക്കൂ. അങ്ങനെ അർഘനായ ഹൂശായിയെ പറഞ്ഞ് അങ്ങോട്ട് വിട്ട് ദാവീദ് പിന്നെയും മുമ്പോട്ട് ഓടി ബഹുരൂമി ചെന്നു. അപ്പോൾ ഗേരയുടെ മകൻ ശിമയി, ശൗൽ കുടുംബത്തിന്റെ ബെന്യാമീൻ ഗോത്രജനുമാ. ദാവീദിനെ കണ്ട മാത്രം എൻ്റെ ഭാഷ പറഞ്ഞ സമനില തെറ്റി. ഇവൻ കല്ലും പൂടിയെല്ലാമാര് ദാവീദിന് എറിഞ്ഞു. ഏറുകൊണ്ടും പ്രാക്കേറ്റും ദാവീദ് മറസകടിൽ ഇവൻ ഇപ്പുറം നിന്ന് എറിയുക. അപ്പൊ ദാവീദിന്റെ കൂടെയുള്ള സെരൂയയുടെ പുത്രന്മാരുണ്ട്, പെങ്ങളാ സെരൂയ. 2-3 പിള്ളേരുണ്ട്, അനന്തരവന്മാര്. യോബാബ്, അസാഗേല്, സ്തോത്രം. ഇവരെല്ലാം ദാവീദിനോട് പറഞ്ഞു, നിന്നെ പ്രാകുകയും എറിയുകയും ചെയ്യുക, അവനെ തട്ടിയേക്കെട്ടെന്ന് ചോദിച്ചു. ദാവീദ് പറഞ്ഞു, അവനൊന്നും അല്ല നമ്മുടെ വിഷയം. എൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടവനാണ്ട് കൊടുവാലെടുത്തോണ്ട് അവിടെ നിൽക്കുക. മറ്റുള്ളവരല്ലല്ലോ പ്രശ്നം ഇതിനകത്ത് നമ്മുടെ ആൾക്കാർ തന്നെയല്ലേ പ്രശ്നം. നമ്മളിപ്പോൾ ഒരു യോഗം വെച്ചാൽ ഉടനെ അവരപ്പുറം കൊണ്ട് യോഗം വെക്കുക. പ്രശ്നക്കാർ ഇതിനകത്താ. എന്നാൽ ഇവിടെ ഒരു 2 പെണ്ണുങ്ങൾ കൂടി 2 പെണ്ണുങ്ങളാണ്, എത്ര പേരുണ്ട് ഉള്ളതാട്ടെ. എന്നാൽ അവത്തങ്ങൾ കൂടി കൺവെൻഷൻ നടത്തുക, നമുക്ക് ഇടക്കൂട്ടമെല്ലാം നിർത്തിച്ച് അങ്ങോട്ട് പോകാം. ഉടനെ അപ്പുറം യോഗം വെക്കുക, ഇങ്ങോട്ട് ആരും വരാതിരിക്കാൻ. എന്നാലും ഇത്രയും പേര് വന്നല്ലോ, വലിയ കാര്യം. വെളിയിലുള്ളവരല്ലെന്ന്, ഇതിനകത്തുള്ളവരാ പ്രശ്നം. പിന്നെ ചെല്ല് വന്നാൽ അകത്ത് കയറുകയില്ല, വെളിയിൽ നിന്ന് ഇങ്ങനെ നോക്കൂ. എന്തായാലും ഇങ്ങനെയൊക്കെ ഒത്തല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദാവീദ് പറഞ്ഞു, അവനല്ല നമ്മുടെ വിഷയം. എൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടവൻ എന്നെ കൊല്ലാൻ വകവരുത്താൻ നിൽക്കുക. പിന്നെ ദാവീദ് മുമ്പോട്ട് ഓടി. ഇവൻ പ്രാഗി ശപിച്ചു, പൂഴിയും കല്ലുമെല്ലാം മാറി എറിഞ്ഞു. ദാവീദ് തിരിച്ചൊന്നും പറഞ്ഞില്ല. തൻ്റെ അകത്തൊരു പ്രമാണമുണ്ട്, യഹോവ പ്രാകാത്തവനെ ആര് പ്രാകും, യഹോവ ശപിക്കാത്തവനെ ആര് ശപിക്കും. ഇന്ന് രാത്രി ഈ ദൈവത്തിന്റെ ദാസന്മാരോടും ദൈവമക്കളോടും ഒരു കാര്യം പറയാം. ദൈവം നിന്നെ ഉയർത്താൻ പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് വിരോധമായിട്ട് ആര് പ്രാകിയാലും അലച്ചാലും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉണ്ടാക്കിയാലും ഒന്നും ഏക്കത്തില്ല. ഈ പുസ്തകം പഠിപ്പിക്കുന്നത് നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരായുധവും ഭരിക്കത്തില്ല. യഹോവ നിന്നെ ചുറ്റിപ്പരിപാലിക്കും. യഹോവ ഒരു തീമതലായി നിന്നെ കാക്കും. അവനൊരു പട്ടാളമായിട്ട് നിന്നെ പരിപാലിക്കും. അതാ പുസ്തകത്തിലെ പ്രമാണം. അങ്ങനെ ദാവീദ് ഓടി യോർദാൻ കടവിൽ ചെന്നു. യോർദാൻ കടവിൽ തങ്ങിയില്ല. അഗീമാസിന്റെ യോനാഥാന്റെ ആലോചനയാൽ ദാവീദ് യോർദാൻ കൂടെ കടന്ന് അങ്ങ് മഹനയീമിൽ ചെന്നു. മഹനയീമിൽ ചെന്നപ്പോൾ 3 പേര് ഭക്ഷണ പാനീയങ്ങൾ കൊണ്ടു കൊടുത്തെന്ന് വായിച്ച ദൈവദാസി ശൗമേലിന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 27, 28 തിരുവെടുത്തുകൾ വായിക്കണം. 18ന്റെ നേരെ മേളിൽ ഒരു കണ്ണികയുണ്ട്, അതാണ് 27, 28 വായിച്ചേ. ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ രബയിൽ നിന്ന് നാഹാഷിന്റെ മകൻ ശോബി, ലോദബാരിൽ നിന്ന് അമ്മിയേലിന്റെ മകൻ മാഖീർ, രോഗേലീമിൽ നിന്ന് ഗിലിയാദ്യൻ ബർസലായി എന്നിവർ. ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് നാഗാഷിന്റെ മകൻ ശോബി, ലോദേബാരിൽ അമ്മിയേലിന്റെ മകൻ മാഗീർ, രോഗേലിൽ നിന്ന് ഗിലിയാദനായ ബർസിലായി. 3 പേരാ, മാഗീറും ബർസിലായും. ഇവര് രോഗേലിൽ നിന്ന് ഗിലിയാദനായ ബർസിലായി. ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് നാഗാഷിന്റെ മകൻ ശോബി, ലോദേബാരിൽ അമ്മിയേലിന്റെ മകൻ മാഗീർ, രോഗേലിൽ നിന്ന് ഗിലിയാദനായ ബർസിലായി എന്നിവർ. കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലര്, അമരയ്ക്ക, പയറ്, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചും ഇരിക്കുമല്ലോ എന്ന് അവർ പറഞ്ഞു. എൻ്റെ കൂടെ നിൽക്കണേ. എന്നാലും വായിച്ചു തരുന്നുണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പേരെന്തുവാ? ആൻസി. നന്നായിട്ട് വായിച്ചു തരണം, എന്നെ ഒന്ന് സഹായിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 3 പേര് ഭക്ഷണ പദാർത്ഥ പാനീയങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു.
അതിനുശേഷമായിട്ട് അവിടുന്ന് പിന്നെയും ഓടി എബ്രയീമിനത്തിലെ പടമുറുകി. ഇതൊക്കെ ആ ഓടിപ്പോയ ചരിത്രം. ഇങ്ങനെ ഓടിപ്പോയ സന്ദർഭത്തിലാണ് ഈ സങ്കീർത്തനം പാടിയിരിക്കുന്നത്. 3-ാം സങ്കീർത്തനം. എൻ്റെ ഭാഷ പറഞ്ഞ ഓടിപ്പോയപ്പോഴും ദാവീദ് സങ്കീർത്തനം പാടി. ആമേൻ. കിരീടം നഷ്ടപ്പെട്ടു, അധികാരം പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ഉടുതുണിക്ക് മറുതുണിയില്ല, കയറി കിടക്കാൻ ഇടമില്ല, കഴിക്കാൻ ആഹാരമില്ല, എല്ലാം പ്രതികൂലമാ. ആ പ്രതികൂലത്തിന്റെ നടുവിലും എൻ്റെ ഭാഷ പറഞ്ഞ പാട്ടും പ്രാർത്ഥനയും നിന്നില്ല. ഓടിപ്പോയപ്പോഴും പാടി എന്നുള്ള അതല്ലേ 3-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. ആ ഹെഡിങ് പറയുക, ദാവീദ് അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനം. ഞാനിങ്ങനെ പറയാറുണ്ട്, ഓടിക്കൊണ്ട് പാടി അല്ലെങ്കിൽ പാടിക്കൊണ്ട് ഓടി. എന്തുവാ സങ്കീർത്തനം? നമ്മളാണ് ഈ പ്രതികൂലം എല്ലാം കൂടെ വന്ന സങ്കീർത്തനം കീറിയ ചോടും. ഞാൻ ഇത്ര നാൾ സങ്കീർത്തനം പാടിയിട്ടും എനിക്കൊരു ഗുണവും വന്നില്ല. എൻ്റെ ഉള്ള കസേരയും കൂടെ പോയി. ഇനിയിപ്പോൾ പാടുന്നൊന്നുമില്ല, മുഴുവൻ കീറുക, ഒക്കുന്നെങ്കിൽ സദൃശവാക്യം കീറാൻ ഞാനിരിക്കുക. മനസ്സിലാകും അല്ലേ? നോട്ടോ ഇരുമ്പം കണ്ടാൽ മനസ്സിലാകും. എന്നാൽ ഈ എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം പോയപ്പോഴും ഭക്തന്റെ പ്രത്യേകത കണ്ടോ? ഓടിപ്പോയപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പൗലോസ് പറഞ്ഞ കാര്യം കൂടെ കണക്ട് ചെയ്തു. താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം, തൃപ്തനായിട്ടിരിക്കാനും വിശന്നിരിക്കാനും എനിക്കറിയാം, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിക്കാൻ അറിയാം. എന്നിട്ട് അടുത്ത പദം പറയാ, ഞാൻ എല്ലാം ശീലിച്ചിട്ടുണ്ടെന്ന്. അമാവാസിയിലും പൗർണമാസിയിലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണ്. 62-ാം സങ്കീർത്തനം 8 നിങ്ങൾക്ക് മനപ്പാടമാ. ജനമേ, എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ. ദൈവം നമുക്ക് സങ്കേതമായിരിക്കുന്നു. സാമാന്യ ജനം ഒരു ശ്വാസം, ശ്രേഷ്ഠ ജനം ഒരു പോഷ്ക്ക്. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും, ശ്വാസത്തെക്കാൾ ലഘുവാകുന്നു. പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്, സമ്പത്ത് വെച്ചാൽ മനസ്സ് വെക്കരുത്. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ആകീശന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ദാവീദ് പാടുക, ആമേൻ സ്തോത്രം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പോരാട്ടങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, മാനാപമാനങ്ങൾ വരും, ദുഷ്കീർത്തി സൽകീർത്തി വരും, ഒറ്റപ്പെടലുകൾ വരും, നിന്നെ ത്യജിച്ചെന്ന് വരും, ആമൻ നിന്നെ ഒറ്റപ്പെടുത്തിയെന്ന് വരും. ആമൻ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും വിശേഷിച്ച് സഭയിൽ നിന്നുമൊക്കെ നിനക്ക് പ്രശ്നങ്ങൾ വന്നെന്ന് വരാം. പക്ഷേ ഒരു കാര്യം വചനത്തിന്റെ വെളിച്ചത്തിൽ പറയാ, നിന്റെ പാട്ടും പ്രാർത്ഥനയും കുറയരുത്, ആരാധന കുറയരുത്, കൂട്ടായ്മ കുറയരുത്, കൂടുവരവ് കുറയരുത്, അധികമായി വർദ്ധിച്ചു വരണം. ഞാൻ പാടും ഈ നാളിനിമോദാൽ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ ഞാൻ പാടും ഈ നാളിനിമോദാൽ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ ഓ ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാലും ചുമലേന്തിയനാഥനെ ഏറൂജലെ വഴി പോയവനെ കുരിശും ചുമലേന്തിയ കുരിശിൽ ചീന്തിയ ചോരയാ, കുരിശിൽ ചീന്തിയ ചോരയാ, ഇവ പുതു മാർഗത്തിൽ ഞാൻ നടപ്പാൻ നാദാരുക കൃപ. ഞാൻ പാടും കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ ഓടിപ്പോയപ്പോഴും ദാവീദ് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ഭാഷ പറഞ്ഞ പാട്ടും പ്രാർത്ഥനയും കുറഞ്ഞില്ല. നിങ്ങൾ ആ സങ്കീർത്തനം പഠിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ പാട്ടും കുറഞ്ഞില്ല, പ്രാർത്ഥനയും കുറഞ്ഞില്ല. എൻ്റെ ഭാഷ പറഞ്ഞ രാവിലെയും പാടി, രാത്രിയിലും പാടി. രാവിലെ പാടിയ സങ്കീർത്തനമാണ് 3-ാം സങ്കീർത്തനം. സ്തോത്രം. ആ 3-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, ഞാൻ രാവിലെ നിനക്കായിട്ട് ഒരുക്കി
അഞ്ചാം വാക്യം അല്ലയോ അമ്മാമേ? 4 5 വായിച്ചു. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു. അതെത്രാം വാക്യമാ? 4. ഇനി 5 വായിച്ചേ. എനിക്ക് വിരോധമായി ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. എനിക്ക് വിരോധമായി. മതി. 5-ാമത്തെ വാക്യത്തിൽ ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങിയിരിക്കാൻ ഉണർന്നുമിരിക്കുന്നു. അപ്പൊ അതെപ്പോ പാടിയ സങ്കീർത്തനമാ? ഉറക്കെ പറ. ഉണർന്നിരിക്കുകയല്ലേ? രാത്രി ഞാൻ കിടന്നുറങ്ങി, അവിടെ തന്നെ താങ്ങിയത് കൊണ്ട് ഞാനിപ്പം ഉണർന്നിരിക്കുന്ന 3-ാം സങ്കീർത്തനം. അപ്പൊ 3-ാം സങ്കീർത്തനം രാവിലെ പാടിയതാ. 4-ാം സങ്കീർത്തനം രാത്രി പാടിയതാ. 4-ന്റെ ഒടുവിലത്തെ വാക്യം വായിച്ചേ. 4-ന്റെ ഒടുവിലത്തെ വാക്യം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാ. അപ്പോൾ 4-ാം സങ്കീർത്തനം എപ്പോ പാടിയതാ? ഉള്ളതാട്ടെ. അപ്പോൾ 3-ാം സങ്കീർത്തനം രാവിലെ പാടി, ഓടിപ്പോയപ്പോഴാണ് ഓർക്കണം. 4-ാം സങ്കീർത്തനം രാത്രി പാടി എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ രാവിലെ വൈകിട്ടും പാട്ടും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. പെന്തിക്കോസുകാരോട് ഞാനൊരു കാര്യം പറയാം, നിന്റെ വീട്ടിൽ രാവിലെ വൈകിട്ടും പാട്ടും പ്രാർത്ഥനയും കേൾക്കണം. ഒക്കെന്നെങ്കിലും ഒരു തമ്പേർ മേടിച്ച് കൊട്ടി പാടുന്നതായിരിക്കും. ഇപ്പൊ പിന്നെ തമ്പേറൊന്നുമില്ല, എല്ലാ പിള്ളേരുടെ ഇലിതാ. അത് തെറ്റാന്നല്ല, അത് നല്ലതാ. അത് അതിനായിട്ട് അങ്ങോട്ട് ആ സമയത്ത് വീട്ടിലൊരു തമ്പേറുള്ളതാണ് നല്ലത്. രാവിലെ വൈകിട്ടും ഒക്കെ തമ്പേറൊന്നൊക്കെ അടിച്ച് പാട്ട് പാടിയാൽ കുറച്ചുകൂടെ നല്ലതാണെന്നായി എൻ്റെ അഭിപ്രായം. ആരോട് പറയാൻ? എന്തായാലും കൊള്ളാൻ രാവിലെ വൈകിട്ടും പാട്ടും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു, പ്രതികൂലങ്ങളുടെ നടുവിലും. ദൈവത്തിന് മകത്ത് ആവശ്യപ്പെട്ടപ്പോൾ ഈ 2-ാം സങ്കീർത്തനം എഴുതിയതും ദൈവത്തിന്റെ ദാസനാകുന്ന ദാവീദാ. അതിന് 2-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിൽ തെളിവില്ലെങ്കിലും ഒരു തെളിവ്, പല തെളിവുണ്ട്, ഇപ്പൊ ഒരു തെളിവ് മതിയല്ലോ. ആദിമസഭയ്ക്ക് പീഡയുണ്ടായി. പീഡയുണ്ടാകാൻ പ്രഥമ കാരണം സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിലിരുന്ന മുടന്തൻ സൗഖ്യമായി. അതായത് ഇതിന് മുഖാന്തരം 1-ാം അധ്യായത്തിൽ 120 പേര് കൂടുന്ന ഒരു സംഘം, അങ്ങനെ 1:15 അങ്ങനല്ലേ അപ്പോസ്തലപ്രവൃത്തി 1:15 ചടികടാന്നൊന്ന് വായിക്കാമെങ്കിൽ ആരെങ്കിലും ഒന്ന് വായിച്ച് പെട്ടെന്ന്. മോളെ സാറിനിലോട്ട് മൈക്ക് കൊടുക്ക. അമ്മാമ്മ പിടിച്ചു കൊടുത്തോ, ചുമ്മാ ഇരിക്കല്ലയോ സാറിന്റെ മറിക്കുകയും. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ 120 പേര് കൂടുന്ന ഒരു സംഘം. ശ്രദ്ധിച്ചേ, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ 120 പേര് കൂടുന്ന ഒരു സംഘം. ഞാൻ ഇങ്ങനെ പറയാം, ഇത് സംഘമാ. ഏതാ? 120 പേര് കൂടുന്ന സംഘം. എന്നാൽ ആ സംഘം കൂടിയിരുന്ന് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 1 പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് അറിയിച്ചു പോയി, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. ആ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. 120 പേര് കൂടുന്ന സംഘം ഇതിനായിട്ട് കാത്തിരുന്നു. 2-ാം അധ്യായത്തിൽ അവിടുന്ന് അരുളി ചെയ്ത് സ്വർഗത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ് തൃത്വത്തിൽ 3-ാമനാകുന്ന പരിശുദ്ധാത്മാവ് മേളിയ മുറിയിൽ വെളിപ്പെട്ടു, ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ആത്മാവ് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. നിന്നെന്ന് വാക്യമൊന്നുമില്ല, വാക്യമില്ലെങ്കിൽ നിന്നെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവിടെ നിൽക്കട്ടെ, നിന്നിട്ടില്ല, ഇപ്പൊ നിക്കത്തുമില്ല. ഈ 2-ാം അധ്യായത്തിൽ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി, ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. 1-ാം അധ്യായത്തിൽ ഇവരെ പറ്റി പറയുന്നത് സംഘമെന്നാണ്. എന്നാൽ 2-ാം അധ്യായത്തിൽ തൃത്വത്തിൽ 3-ാമനാകുന്ന പരിശുദ്ധാത്മാവ് ഓരോരുത്തന്റെ മേൽ വന്ന് പതിഞ്ഞ് ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയ അന്യഭാഷകൾ സംസാരിച്ച് തുടങ്ങി. ആമൻ അടിസ്ഥാന ഉപദേശങ്ങൾ പത്രോസ് എഴുന്നേറ്റ് പ്രസ്താവിച്ചു, പ്രസംഗിച്ചു. ആമൻ അവരോട് ചേർന്ന് സ്നാനപ്പെടുത്തി. പിന്നെ ഇവരെ പറ്റി സംഗമെന്നല്ല, ആമൻ രക്ഷിക്കപ്പെട്ടവര്, ആമൻ കർത്താവ് സഭയോട്
അപ്പൊ 2-ാം അധ്യായത്തിൽ സഭ, 1-ാം അധ്യായത്തിൽ സംഘം. അങ്ങനെയാണെങ്കിൽ ഒരു ചിന്ത പറയാ, ഇഷ്ടമുണ്ട് യോജിക്ക്. ഈ അനുഭവങ്ങൾ പ്രാപിക്കാത്തതെല്ലാം സംഘമാണ്. സഹകരണ സംഘം എന്നൊക്കെ നമ്മൾ ബോർഡ് കാണുന്നില്ലേ, കണ്ടിട്ടില്ലേ? മനസ്സിലായി കാണും. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള തിരുവെഴുത്തിൻ പ്രകാരം നടക്കുന്ന സംഭവങ്ങൾ അനുഭവിക്കുന്ന കൂട്ടമാണ് സഭ. അല്ലാത്തതെല്ലാം സംഘമാ. അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഈ സഭ ശക്തിപ്പെട്ടു. 3-ാം അധ്യായത്തിൽ പത്രോസ് യോഹന്നാനും പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിലോട്ട് ചെല്ലുമ്പോൾ ഒരു പിച്ചക്കാരനിരിക്കുന്നു, ജന്മന മുടന്തന. പത്രോസ് യോഹന്നാനും പ്രാർത്ഥിക്കാൻ ചെല്ലുന്നത് കണ്ട് ഇവനവരെ നോക്കിയപ്പോൾ ഇവനും തോന്നി കയ്യിൽ ഏതാണ്ടൊക്കെ കാണുമെന്ന്. അല്ല കണ്ടാ അങ്ങനെ തോന്നണം. ചുമ്മാ നീ കരഞ്ഞും കൂവി മുണ്ടത്താനം വേണ്ടി നടക്കരുത് ഉപദേശിക്കാനും പറഞ്ഞ്. പല്ലും തേക്കുകയില്ല, കുളിക്കുകയില്ല, മുടിയും വെട്ടുകയില്ല, താടിയും വൃത്തിയാക്കുകയില്ല, ഷർട്ടും തേക്കുകയില്ല, അല്ലെ ജിബ്ബായാൻ അതും തേക്കുകയില്ല, വീറും വൃത്തിയില്ലാതെ. ചിലതിൻ്റെ വായിക്കും നാറ്റമാ, 2 ജീരകമെങ്കിലും ചവച്ചോണ്ട് കണക്ക്. ഒരു അരുതാഴിയെ പോലെ. പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ഒന്നുമില്ലേലും ഞങ്ങളെല്ലാം ഉള്ളവരെ പോലെ. ഇതായിരിക്കണം പ്രമാണം. ഒന്നുമില്ല, പക്ഷെ എല്ലാം. അങ്ങനെയുള്ള ദൈവദാസന്മാരും ദൈവമക്കളുമുണ്ട്. ബൈക്കിൽ പെട്രോൾ ഇല്ല, അടിച്ചിട്ടൊന്നും സ്റ്റാർട്ടായില്ല. പിന്നെ പെമ്പള പറഞ്ഞ് അച്ഛാ യോഗം തുടങ്ങാനായി, സ്റ്റാർട്ടാക്ക്, ഇനി പെട്രോൾ കുറവാണ്. പിന്നെ തള്ള പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ചരിച്ചു വെച്ചോ അടിച്ചേ, ബൈക്ക് ഒന്ന് ചരിച്ചു വെച്ചേച്ച് റെഡിയായി. തള്ളയും കയറിയിരുന്ന്. അങ്ങനെ ഇവിടെ വന്ന ആ വളവൊക്കെ ഇടയപ്പാറഞ്ഞോട്ട് വളവ് വന്നപ്പം വീശി എടുത്ത് വരുമ്പോൾ ഫുൾ ടാങ്ക് പെട്രോളാണെന്നും പറഞ്ഞായി വരുന്നത്. കണ്ടാൽ തോന്നും നിറച്ചടിച്ചേച്ചാ 2 പേരുടെ പോകുന്നെന്ന് തോന്നും. അങ്ങനെ വേണം. ഇനി തിരിച്ച് അങ്ങോട്ട് പോകുന്നത് എങ്ങനെയാന്ന് ഓർത്ത് ആകരിച്ചിരിക്കുക. ഒന്നുമില്ലേലുമല്ല ഉള്ളവരെ പോലെ. സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാനൊന്നും ചിലപ്പം ബുദ്ധിമുട്ടുള്ളവർ ഇതിനകത്ത് കാണും, പ്രാരാബ്ധമുള്ളവരൊക്കെ ഇതിനകത്ത് കാണും. പക്ഷെ ആ വരവും ഇരിപ്പും സ്തോത്രവും മുഖഭാവം കണ്ട എല്ലാം ഉള്ളവരെ പോലെ. നീ എന്നധികം ധനിയാകാൻ നിധിയാം തീയിൽ ഊതി കഴിച്ചപ്പോൾ മതിയാ ഭൂവിൽ ക്രിസ്തുവുള്ളവനെ പോൽ ഇത്രമ ധനികൻ ഇല്ലറിക. എന്തിനാകുലം പലരും മനമേ, എന്തിനാകുലം കലരും മനമേ. എന്റെ തോന്നലാണോന്നറിയത്തില്ല, മൈക്കിന്റെ ശബ്ദം ചെലമ്പിച്ച് നിൽക്കുന്നു. എനിക്ക് അങ്ങനെയൊക്കെ പറയാനേ അറിയാവുള്ളൂ. അറിവുള്ള നിങ്ങളത് പറഞ്ഞു കൊടുക്ക്. എന്നതാ ഇങ്ങനെ വെച്ചാൽ എനിക്കറിയാൻ മേല മുഴക്കം. ഇങ്ങനെ വെച്ചാൽ ഞാൻ അങ്ങനെ അറിയുന്നു. നീ എന്നധികം ധനിയാകാൻ നിധിയാം തീയിൽ ഊതി കഴിച്ചപ്പോൾ മതിയാ. നീ എന്നധികം ധനിയാകാൻ നിധിയാ തീയിൽ ഊതി കഴിച്ചപ്പോൾ മതിയാ ഭൂവിൽ ക്രിസ്തുവുള്ളവനെ പോൽ ഇത്ര ധനിക
ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാളെ ശരിയാകും, കുഴപ്പമില്ല. ഇന്നിപ്പോൾ തുടക്കമല്ലേ, അവരുടെയും കുഴപ്പമല്ല, എല്ലാം ഒന്ന് ഓർഡറായി വരണ്ടേ. അപ്പൊ ശ്രദ്ധിക്കുക, ഏത് സമയത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യണം. ഇവിടെ ദേവാലയ ഗോപുരത്തിന്റെ മുടന്തൻ ഇവരെ കണ്ടപ്പോൾ ഇവന് തോന്നി ഇവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന്. അങ്ങനെയൊക്കെ തോന്നണം. അതുകൊണ്ടാവും ഭിക്ഷ ചോദിച്ചത്. അപ്പൊ അവര് പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. രണ്ടുപേരും കൂടെ അവനെ സൂക്ഷിച്ചു നോക്കി. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ അങ്ങനെ നോക്കണ്ടേ. ഇന്നെല്ലാവരും ഒറ്റയ്ക്ക് നോക്കാൻ നടക്കുക, അതുകൊണ്ടോ ഒന്നും നടക്കാത്ത. ചാക്കോച്ചായി നോക്കുമ്പോൾ ഒന്നും നടക്കരുത്, ഞാൻ നോക്കുമ്പോൾ ഇവൻ നടക്കണം. ഒന്നും നടക്കുകയില്ല, അവനും നടക്കുകയില്ല, നമ്മൾ നടക്കുകയില്ല. എൻ്റെ വല്യമ്മച്ച് പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, ആര് കുത്തിയാലും അരി വെളുക്കട്ടെ. ചിലപ്പോൾ ഇവർ പാടുമ്പോഴായിരിക്കും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ചിലപ്പോൾ ഇവരെ വാദ്യോപകരണങ്ങൾ വായിക്കുന്ന സന്ദർഭത്തിലായിരിക്കും ദൈവമഹത്വം വെളിപ്പെടുന്നത്. അങ്ങനെ ഉണ്ടല്ലോ. കിന്നരം വായിച്ചപ്പോഴാന്നല്ലേ ഭൂതം. പിന്നെ അയാൾ ഭൂതം കയറി കുറേ നാളായിട്ട് നൊരയും പതയും ചാടിയിരിക്കുക. അപ്പൊ ദാവീദ് കിന്നരം വായിച്ചപ്പം കൃപയിൽ നിന്ന് വായിച്ചോണം. ചിലപ്പോൾ ഈ കർത്തൃദാസന്മാർ ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും വിടുതൽ നടക്കുന്നത്. ചിലപ്പോൾ ആ ദൈവദാസി അല്ലെങ്കിൽ ഈ പ്രിയ സാറ് വാക്യം വായിക്കുമ്പോഴായിരിക്കും വിടുതൽ ഉണ്ടാകുന്നത്. ഒരിക്കലും കൊമരകത്തിൽ നിന്നൊരു ദൈവദാസം വന്ന് ഇന്നത്തെ പോലെ ഓർക്കുന്നു. അദ്ദേഹം ഒരു വാക്യം പറഞ്ഞു, ശൗമേന്റെ പുസ്തകം 17. അപ്പോൾ ഒരാൾ വാക്യം വായിച്ചപ്പോൾ തന്നെ ഒരു വിടുതലുണ്ടായി ആ വായനയ്ക്കകത്ത്. സ്തോത്രം. അതിങ്ങനെ ആ വാക്യം വായിച്ചത്, ദാവീദ് ഫെലിസ്ത്യൻ ദാവീദിനോട് അടുത്തു, ദാവീദും അടുത്തു. അത്ര വായിച്ചോളൂ. ആ വായനയ്ക്കകത്ത് ഭയങ്കര വിടുതലായിരുന്നു. ഇപ്പോഴും ഞാൻ വാക്യം വായിച്ചപ്പോൾ എൻ്റെ ആത്മാവിൽ നിറഞ്ഞെല്ലാവരും. അന്ന് രാത്രി ആ വീട്ടിലൊരു വിടുതലും ഉണ്ടായി. പ്രസംഗിച്ചില്ല. സ്തോത്രം. വാക്യം വായിക്കുമ്പോൾ വിടുതലുണ്ടാകും. വാക്യം വായിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ്. നിങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് സ്തോത്രം ചെയ്യുമ്പോഴായിരിക്കും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ചിലപ്പോൾ ചിലർ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് വിടുതൽ. എങ്ങനെയാണെങ്കിലും കൊള്ള യേശു ക്രിസ്തുവിന്റെ നാമം ഉയർത്തപ്പെടണം. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ നോക്കിയേച്ച് പറഞ്ഞു, എടേ നീ ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. അപ്പൊ ഇവരവനെ നോക്കിയപ്പോൾ അവൻ വേറെ കണ്ടോട്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം, നീ ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു തരി സ്വർണം പോലും അപ്പോസ്തലന്മാരുടെ കയ്യിലില്ല. അതുകൊണ്ടാ തീർത്ത് പറഞ്ഞ. അല്ലേ പറയണം, ബ്രദറെ ഇത് വെഡ്ഡിങ്ങിൻ്റെ മാത്രം ഒരു മോതിരമുള്ള, അത് ഞാൻ തരികയില്ല, വേറെ എൻ്റെ കയ്യിലില്ലെന്ന് അങ്ങനെ പറഞ്ഞേനുമായിരുന്നു. ഇവരുടെ കയ്യിൽ തരി പൊന്നില്ലെന്നുള്ളതാണ്. ആഭരണപ്രമം പാപം തന്നെ. നീ ഇനി ഉച്ചിയും കുത്തി നിന്നെന്ന് പറഞ്ഞത് നോക്കുകയല്ല. ആഭരണപ്രമം പാപം തന്നെ. സ്തോത്രം. ഇപ്പം നമ്മുടെ ഇടയിൽ ഉപദേശമാര് ആള് കൂടാൻ വേണ്ടി പറയിച്ചിട്ട് ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. കുഴപ്പം അത് കേൾക്കുന്നത് ലില്ലിക്കുട്ടിക്കും വലിയ സന്തോഷമാണ്. സ്തോത്രം. വിവരമുള്ളൊരു ഉപദേശം വന്ന് കേട്ടോ. ആയിക്കോട്ടെ. ആഭരണഭ്രമം പാപമാണ്. എൻ്റെ വിഷയം അതല്ല, കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. എന്തായാലും പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. എന്നാൽ ആശയം ഇതാ, സ്നേഹിത, നീ വെള്ളിയും പൊന്നും സമ്പത്താ ഉദ്ദേശിച്ചത്. വെള്ളിയും പൊന്നും ഞങ്ങളുടെ കൈവശമില്ല, പക്ഷേ വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വിലമതിക്കുന്ന ഒന്ന് ഞങ്ങളുടെ കൈവശമുണ്ട്. അത് ഞങ്ങൾ അനുഭവിക്കുന്നവരാ. അത് മറ്റാരുമല്ല, അവൻ നസറയനാകുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. പൊന്നിനേക്കാൾ തങ്കത്തേക്കാൾ വിലമതിക്കുന്ന ഒന്നേ ഉള്ളൂ, അത് നസറായനാകുന്നു യേശു ക്രിസ്തു. അതുകൊണ്ട് വെള്ളിയും പൊന്നും ഞങ്ങളുടെ കൈവശമില്ല. നീ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. വായിക്കുന്നത് ഇങ്ങനെ, ക്ഷണത്തിൽ അവന്റെ നരിയാണി ഉറച്ചു, അവൻ തുള്ളിച്ചാടി. ഇവനെ തുള്ളിപ്പിക്കുകയൊന്നും വേണ്ട, അവനങ്ങ് തുള്ളുക. ഇപ്പൊ ഈ തുള്ളിപ്പിക്കാൻ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ തുള്ളൽ പ്രസ്ഥാനം നമ്മുടേതല്ലല്ലോ. അത് കലക്കത്തെ കുഞ്ചൻ നമ്പ്യാരുടെയാ. ഒറ്റ രാത്രി കൊണ്ടാ പുള്ളി ഇത് ഒപ്പിച്ചെടുത്തത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ മിഴാവ് കൊട്ടിക്കൊണ്ടിരിക്കുക ചാക്യാര് കൂത്ത് പറയുമ്പം പാവത്താൻ അങ്ങ് ഉറങ്ങിപ്പോയി. ചാക്യാരല്ലേ, അയാൾ കൂത്ത് പറഞ്ഞപ്പം മിഴാവ് കൊട്ടേണ്ട സമയത്ത് പുള്ളി മയങ്ങി. ചാക്യാര് പുള്ളിയെ കുത്തി. മനോവേദനയും സങ്കടവും അരിച്ചോ എല്ലാം കൂടെ ഉണ്ടായിട്ട്
പുള്ളി പോയിരുന്ന ഒറ്റ രാത്രി കൊണ്ടെടുത്തിയ കല്യാണ സൗഗന്ധികം പിറ്റേ ദിവസം ചാക്യാരിപ്പറേ കൂത്ത് നടത്തിയപ്പോൾ പുള്ളി അപ്പറേ എല്ലാം വെച്ച് കെട്ടി പയ്യെ പുള്ളി ഒറ്റ രാത്രി കൊണ്ടുണ്ടാക്കി. അത് ഉള്ളൽ പ്രസ്ഥാനം. ഇപ്പം നമ്മളത് കടമെടുത്തിരിക്കുക. സ്കൂളിൽ പഠിച്ചത് ആ തുള്ളൽ എത്ര വിധം, ഏതൊക്കെ, ഓട്ടം തുള്ളല്, ശീതങ്കം തുള്ളല്, പറയം തുള്ളല്, നമ്മൾ സ്കൂളിൽ പഠിച്ചതാ. അപ്പൊ ഇത് തുള്ളിക്കാനല്ല, വിടുതൽ പ്രാപിച്ചവൻ തന്നെ തുള്ളിക്കോളും. അവനെ തുള്ളിപ്പിക്കുവൊന്നും വേണ്ട. ബ്രദർ ഒന്നുകൂടെ തുള്ളിയാട്ടെ, അമ്മാമി ഒന്നുകൂടെ തുള്ളിയാട്ടെ, ശക്തി കൊണ്ട് തുള്ളിയാട്ടെ. ഓ പോരാ, ഇവൻ ഇങ്ങനെ വില്ല് വളയാൻ പോലെ പോരാ, ഒരിക്കൽ കൂടി. ചെല്ലി പറഞ്ഞില്ലേ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ എണ്ണതള്ള അങ്ങനെയാന്ന് പെരുവെള്ളത്തിന്റെ ഇരച്ചില്. എന്നാ ഈ വിഡിത്തം മിണ്ടാതിരിക്കണ്ടേ? തകർത്ത് കിട്ടി മുഴക്കം പോലെ ഉടനെ അച്ചാ അങ്ങനെയാണോ തകർത്ത് കിട്ടി കിഴക്കം ചെയ്യാൻ? വിടുതൽ പ്രാപിച്ചവനോട് അങ്ങനൊന്നും പറയണ്ട. വിടുതൽ പ്രാപിച്ചവൻ അടങ്ങിയിരിക്കത്തില്ലല്ലോ. അവനോട് തുള്ളരുതെന്ന് പറഞ്ഞാലോ പറയാം, നീ നിന്റെ പാട്ട് നോക്കടാ, ഞാൻ യേശുവിൽ കൂടി സൗഖ്യം പ്രാപിച്ചതാ. അങ്ങനല്ലയോ പുസ്തകത്തിലെ വാക്യം? മിണ്ടാതിരിക്കാൻ പലരും അവനെ ശാസിച്ചിട്ടും അവൻ അധികം നിലവിളിച്ചു, യേശുവേ എന്നോട് കരുണ തോന്നണം. പ്രൈസ് ദി ലോർഡ്. അവൻ മിശിഹായാന്ന് കണ്ടപ്പോൾ വെള്ളം കോരാമെന്ന സഹോദരി കോട്ടം അവിടെ വെച്ചിട്ട് അവൾ ഓടി പട്ടണത്തിൽ ചെന്ന് കണ്ടവരോടെല്ലാം പറഞ്ഞു, ഞാൻ മിശിഹായെ കണ്ടെത്തിയിരിക്കുന്നു, എനിക്ക് മൗനമായിട്ടിരിക്കാനൊക്കത്തില്ല. ദൈവത്തെ അനുഭവിക്കുന്നവർ, രുചിച്ചവർ, വിടുതൽ പ്രാപിച്ചവർ, സൗഖ്യം പ്രാപിച്ചവർ, നീക്കുപോക്ക് അനുഭവിച്ചവർക്ക് മൗനമായിട്ടിരിക്കാനൊക്കത്തില്ല. അവരെ തുള്ളിക്കു ഒന്നും വേണ്ട, അവരെ ഇളകു ഒന്നും വേണ്ട. ഇനി തുള്ളരുതെന്ന് പറഞ്ഞാലും ഇളകണ്ടെന്ന് പറഞ്ഞാലും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. രക്ഷയുടെ പാനപാത്രം എടുത്തവർ ദൈവത്തെ മഹത്വപ്പെടുത്തും. വിടുതൽ പ്രാപിച്ച ദൈവ പൈതലിനെ അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടെ വായിക്കുന്ന അവൻ തുള്ളിച്ചാടി ദൈവാലയത്തിന്റെ ഉള്ളിൽ ചെന്നു. ഇന്ന് തുള്ളിച്ചാടി പഴയ സ്ഥലത്തോട്ട് പിന്നെ അങ്ങ് പോവുക, വിടുതൽ കിട്ടിയിട്ട് സൗഖ്യമൊക്കെ പ്രാപിച്ച് തുള്ളിച്ചാടി പഴയ സ്ഥലത്ത് തന്നെ, പിന്നെ അവിടെ നിന്ന് അങ്ങ് തുള്ളുക. നമ്മളേക്ക് അമ്മ ഇങ്ങോട്ട് വരുന്നില്ല, ഇല്ല ഇവിടെ നിന്ന് തുള്ളുക. അതിനാ ഇവിടെ നിന്ന് തുള്ളിയാൽ കുറച്ച് പേരും കൂടെ വരും, അന്ന് ഞങ്ങൾ ഒന്നിച്ചങ്ങോട്ട് തുള്ളി. നിന്റെ ഊപ്പാട് വരാമെന്നല്ലാതെ ചിന്നെ ഒരെണ്ണം നിന്റെ കൂടെ വരികയല്ല. പണ്ട് എവിടെ ഇരുന്നാ തുള്ളുന്നേ? തുള്ളുന്ന സ്ഥലം എവിടാ? പഴയ സ്ഥലം. രക്ഷപ്പെടുകയല്ല. അതിനാ പണ്ട് കവി പറഞ്ഞു, വളക്കുഴിക്കകത്തിരുന്ന് മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. വളക്കുഴിക്കകത്തിരുന്ന് മണത്തിനായി വർത്തി കൊളുത്തിടുന്നു എന്ന് പറഞ്ഞാൽ മുണ്ടത്താനക്കാർക്ക് പെട്ടെന്ന് പിടികിട്ടും. ഇപ്പോഴല്ലയോ അമേരിക്കയിലും പേർഷ്യയിലും ഒക്കെ പല രാജ്യങ്ങളിൽ പിള്ളേർ പോയി കാശുമൊക്കെ ആയത്. കാശായതുകൊണ്ടാണല്ലോ വലിയ വലിയ വീടും ചുറ്റുപാടും മോഡേൺ ബാത്റൂം, യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ഇപ്പോഴല്ലയോ വന്നത്. പണ്ട് ഇതൊന്നുമില്ല. പുരകിടമുള്ള ആൾക്കാർക്ക് ആ പുരകിടത്തിൻ്റെ അങ്ങേ മൂലയിൽ ഒരു കുഴി എടുക്കും. പഴയ ആൾക്കാർക്കറിയാം ഒരു കുഴി, അതിന് വളക്കുഴി എന്നാ പറയുന്നത്. ആ വളക്കുഴിയിൽ കുറുകെ 2 തടിയിടും. മിക്കവാറും കിഴക്കനാട്ടിലൊക്കെ മുരിക്കിൻ്റെതാണ്. ഞങ്ങളുടെ അവിടെ മുടുത്ത കൈതയുടെ കിട്ടും, കൈതക്കാല്. അതാ പണ്ടൊരു തള്ള അതിനകത്ത് പോവുകയും ചെയ്തതാ. പേര് പറയുന്നില്ല. വെള്ളയ്ക്ക് ഒരു പ്രത്യേക അഭിഷേകമായിട്ട് പിന്നെ അപ്പൊ ഇതിന് വളക്കുടി എന്നാ പറയുന്നത്. വളക്കുടി രാവിലെ ദിനചര്യയുടെ ഭാഗമായിട്ട് ആ ഭാഗത്തോട്ട് പോകും. പഴയ അമ്മമാര് ഈ ദിനചര്യകളെല്ലാം, വീട്ടിലുള്ളവർ ദിനചര്യകൾ കഴിയുമ്പോൾ പിന്നെ അടുപ്പിലെ ചാരം മാരി അവിടെ കൊണ്ട് വെതറും. കൃമി അണുക്കൾ നശിക്കും. അതൊക്കെ അമ്മ സയൻസ് ഒന്നും പഠിച്ചിട്ടല്ല, അതൊക്കെ അന്നത്തെ ജ്ഞാനമാണ്. അപ്പൊ ഇതിന് വളക്കുടി എന്നാ പറയുന്നത്, വളക്കുടി. അപ്പൊ കവി പറയുകയാ, വളക്കുടിക്കകത്തിരുന്ന് മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. ഒരു വിദ്വാൻ ഈ വളക്കുഴിയുടെ അകത്ത് കൊരണ്ടി കിട്ടിയിരിക്കുക. എന്നുവെച്ചാൽ അവൻ അവിടെ ഇരുന്നുകൊണ്ട് തിരി കത്തിക്കുക, പോയിക്കുക. എന്നെ ഉപയോഗിച്ച മണം മാറാൻ. എവിടാ ഇരിക്കുന്നേ? വളക്കുഴിക്കകത്ത് ഉപയോഗിച്ചാൽ നീ ഇന്ത്യയിലെ തിരി മുഴുവൻ കത്തി ചൂപ്പാട് വരാന്നല്ലാതെ ഈ മണം മാറുകയല്ല. കാരണം നീ ഇരിക്കുന്ന സ്ഥലം പരുവക്കേട് പിടിച്ചെടുത്ത. സ്തോത്രം, മനസ്സിലായി കാണും.
അത് അമ്മാമ്മ വിടുതൽ പ്രാപിച്ച് പിന്നെയും പഴയ സ്ഥലത്ത് പോയി തുള്ളുക. എന്നെ തങ്ങമ്മേ ഞാൻ തുള്ളി തുള്ളി കുറച്ച് പേരെയും കൂടെ കൂട്ടി നമ്മൾ ഒന്നിച്ച് തുള്ളി അങ്ങോട്ട് നടക്കുന്ന ഏതല്ല ഇരിക്കുന്ന സ്ഥലം പരുവക്കേടാന്ന്. അപ്പം വളക്കുഴിക്കകത്തിരുന്ന് മണത്തിനായി അകവർത്തിയെ കൊളുത്തിടുന്നു. അപ്പൊ അടുത്തതാ, വേകുന്ന വീടിനകമേ ഇരുന്ന് വിശ്രാന്തി തേടുന്നു വിവേകഹീനൻ. ഒരു വിവരദോഷി പെരക്ക് തീ കത്തുക, നടുമുറിയും തായ്പരയും എല്ലാം കത്തി, ഇറവാരം കത്തി ഇറങ്ങിയപ്പോൾ അവന് അതിനകത്ത് കസേര ഇട്ടുകൊണ്ട് പാളയ്ക്ക് വീശുക. ഉഷ്ണമാന്ന്. വിവരദോഷമല്ലേ കാണിക്കുന്നേ? പെരയെല്ലാം കത്തി ഇറങ്ങുക, അവൻ കസേര ഇട്ടച്ച് പാള. ഞങ്ങളുടെ പിതാക്കന്മാർ മുതൽ വിട്ടിരുന്ന വീശിയതെന്ന്. ആയിക്കോട്ടെ. വേകുന്ന വീടിനകമേ ഇരുന്ന് വിശ്രാന്തി തേടുന്നു വിവേകഹീനൻ. മണം മാറണമെങ്കിൽ ആ കുഴിന്നാദ്യം കയറി വെള്ളമുള്ള സ്ഥലത്ത് പോയി മുങ്ങിക്കുളിച്ചേ. പഴയ രീതി പറയാം, ലൈബോയി സോപ്പ് ഉണ്ടെങ്കിൽ ഇട്ടൊന്ന് കുളിച്ചേ, ഒരു സോപ്പ് അങ്ങ് തീർക്ക്, മണം മാറട്ടെ. എന്നിട്ട് വീട്ടിൽ വന്ന് ഒക്കുന്നെങ്കിൽ ഒരു കുട്ടിക്കോറ പൗഡർ ഇല്ല, പുട്ടുകുറ്റി പോലെ. ഇപ്പൊ പിന്നെ പുതിയ മാധ്യമ ഒത്തിരി സാഹചര്യങ്ങളുണ്ട് മണം മാറാൻ. എന്നാലേ മണം മാറൂ. നീ ആ കുഴിക്കകത്തിരുന്ന് ചന്ദനത്തിരി കത്തിച്ച് 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 പോകച്ച് നിന്റെ ആയുസ് തീരാന്നല്ലാതെ മണം മാറുകയല്ല. പെരയ്ക്ക് തീ കത്തുമ്പോൾ നീ കൊട്ടപ്പാള മുറിച്ചേച്ച് വീശിയാവല്ലോ, ഉഷ്ണം മാറുമ്പോൾ കത്തി നിന്റെ ഇടപാടോട് തീരും. നീ ചെയ്യേണ്ട കാര്യം അവിടെ നിന്ന് ഇറങ്ങി ഓടണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കുക, രക്ഷപ്പെടണമോ, നീ വിടുതൽ പ്രാപിക്കണമോ, നിനക്ക് നീക്കുപോക്കുണ്ടാകണമോ, യേശുവിൻ്റെ അടുക്ക വരണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവൻ വിടുതൽ പ്രാപിച്ച് തുള്ളിച്ചാടി ദൈവാലയത്തിൽ ചെന്നു. അതിനോട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളായി. പ്രശ്നം രൂക്ഷമായി. ഇതിന് കാരണക്കാരാകുന്ന വിസ്തരിക്കുന്നില്ല അധികം. പത്രോസിനെ യോഹന്നാനെ പിടിച്ച് നടുവ് നിർത്തി ശാസിച്ചു, ഈ നാമത്തിൽ മിണ്ടരുത്, യേശുവിന്റെ നാമം ഉച്ചരിക്കരുത്. ഇങ്ങനെ പീഡയേറ്റ ദൈവദാസന്മാർ പൊടുന്നനെ വന്ന ആദിമസഭയോട് തങ്ങൾക്കുണ്ടായ പീഡയെ പറ്റി പറഞ്ഞപ്പോൾ ആദിമസഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ഇവർ പ്രാർത്ഥിച്ചപ്പോൾ 2-ാം സങ്കീർത്തനം ഉരുവിട്ടാണ് പ്രാർത്ഥിച്ചത്. വായിക്കാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള തിരുവെഴുത്തുകൾ വായിക്കാം. അപ്പോസ്തല പ്രവർത്തി 4-23 മുതൽ. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. സാറേ നന്നായിട്ട് വായിക്കുന്നുണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ. ശ്രദ്ധിച്ചേ, ആകാശവും ഭൂമിയും സമുദ്രവും കാണുന്ന ചരാചരങ്ങളെ നിർമ്മിച്ച ഒരു ദൈവമുണ്ട്. ഈ കാണുന്ന അണ്ടകടാകത്തെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. 9 കോടിയോട് 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. പ്രേക്ഷകർ എണ്ണീട്ടുള്ള നക്ഷത്രം ആകമാനം സൂക്ഷ്മമായി 60 കോടി അന്നെണ്ണിയപ്പം. ഇപ്പം വേറെ വീണ്ടും കണ്ടുപിടിക്കുക. ഇത് മുഴുവൻ സൃഷ്ടിച്ച ഒരുവനുണ്ട്, സർവജ്ഞനായ ദൈവം. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. വെളിപ്പാട് 4:11 വായിക്കുന്ന, കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും സകലവും നിന്റെ ഇഷ്ടത്താൽ ഉണ്ടായതാ. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവൻ ഉളവാക്കി, അവനായിട്ട് ഉളവാക്കി. എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന സകലത്തിന്റെ ലാക്കും സകലത്തിന്റെ കാരണഭൂതനും അവൻ തന്നെ. ദൈവത്തെയാണ് നമ്മൾ ഭരിക്കുന്നത്. ആകാശവും ഭൂമിയും അവയിലുള്ള സകലതും ഉണ്ടാക്കുന്ന നാഥനെ. അടുത്ത വാക്യം, ജാതികൾ കലഹിക്കുന്നതും. അത് 2-ാം സങ്കീർത്തനം 1-ാം വാക്യം കോട്ട് ചെയ്ത് പ്രാർത്ഥിക്കുക. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായതെന്ന് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിൽ അരുളിച്ചെയ്തവൻ. അപ്പോൾ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ 2-ാം സങ്കീർത്തനം എഴുതിയത് ദൈവത്തിന്റെ ദാസനാകുന്ന ദാവീദാ. വചനത്തെ വചനം കൊണ്ടാണല്ലോ തെളിയിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 4:23 മുതൽ താഴോട്ട് ആദിമസഭ പ്രാർത്ഥിച്ചപ്പോൾ 2-ാം സങ്കീർത്തനം 1-ാം വാക്യം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നവരോടൊരു കാര്യം പറയാ. വേറെ പുസ്തകം വായിച്ച് ധ്യാനിച്ച് പഠിക്കണം. സന്ദർഭോചിതമായിട്ട് വിഷയങ്ങൾ മനസ്സിലാക്കി വചന ഉരുവിട്ട് പ്രാർത്ഥിക്കണം.
കാരണം വചനത്തിന് ശക്തിയുള്ളതാ. ഇത് അതിവേഗത്തിലോടുന്ന വചനമാ. നീ ഇവിടെ ഇരുന്ന് വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇത് ചെല്ലേണ്ടടുത്ത് എന്ന് ഈ വചനം ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. അതിവേഗത്തിലോടുന്ന ദൈവത്തിന്റെ വചനം, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനം, കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമാകുന്ന തിരുവചനം, അണ്ണാക്കിന് മധുരമാകുന്ന വചനം. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്ക വരത്തില്ല, അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളത് നിവർത്തിക്കും. ഇവിടെ നിന്ന് വാക്യങ്ങൾ ഉരുവിടുമ്പോൾ, നീ വചനം ശ്രദ്ധിക്കുമ്പോൾ, വചനം പറയുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ഈ വചനം കടന്നു എന്ന് ക്രിയ ചെയ്യുമെന്നാണ്. അവർ 2-ാം സങ്കീർത്തനം ഇവര് ഉരുവിട്ട് ഉച്ചരിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിന് മഹത്വം. പ്രാർത്ഥിച്ചു പറയുക, എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിൽ അരുളി ചെയ്തവൻ. അങ്ങനെയെങ്കിൽ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ 2-ാം സങ്കീർത്തനം എഴുതിയത് ദൈവത്തിന്റെ ദാസനാകുന്ന ദാവീദ്. ദാവീദ് 2:12 പറയുക, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, വഴിയിൽ നമ്മെ നശിപ്പിക്കുവാൻ അനേക ശക്തികളുണ്ട്. നമ്മുടെ ജീവിതം ഒരു വഴിയാത്രയാ. നമ്മളെല്ലാം യാത്രക്കാരാ, വിശേഷിച്ച് വഴിയാത്രക്കാരാ. ആത്മീയ ലോകത്തെ പാട്ടുകാർ പലരും പാടി ഓർപ്പിച്ച് ഉണർത്തുന്നത് നമ്മൾ യാത്രക്കാരാണ്, വഴിയാത്രക്കാരാണ്. ഒരു പാട്ടുണ്ടല്ലോ, നിങ്ങൾക്കറിയാം, എനിക്കതിൻ്റെ ട്യൂൺ അത്ര വശമില്ല, അറിയാവുന്നവര് തെറ്റാതെ പാട്, ഞാനത് പാടിയ ഒക്കത്തില്ല. എന്നാലും വരി ഇങ്ങനെ, ജീവിത യാത്രക്കാരാ നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം. അപ്പൊ ശ്രദ്ധിക്കുക, ആ പാട്ടുകാരൻ ഓർപ്പിക്കുന്നത് നമ്മൾ യാത്രക്കാരാ, ജീവിതയാത്രക്കാരാ, വഴിയാത്രക്കാരാ. കേരളക്കരയിലെ പാട്ടെഴുത്തുകാരിൽ വളരെ എടുത്തു പറയേണ്ടയാളായ എം.ഇ. ചെറിയാച്ചൻ. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന വിശേഷണ പദം മധുരകെട്ട മധുരഗായകൻ എന്ന ചെറിയാച്ചായൻ. ആ ചെറിയാച്ചായന്റെ പാട്ട് സാധാരണക്കാർക്കെല്ലാം പാടാം. അതിൽ വളരെ പ്രചാരം നേടിയ ഒരു പാട്ട്. ആ പാട്ടിന്റെ വരി ഇങ്ങനെ, മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലയല്ല വിശ്വാസത്താലയ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലയല്ല വിശ്വാസത്താലയ. അപ്പോൾ ചെറിയാച്ചൻ തന്നെ ജീവിതാനുഭവത്തിൽ വചനത്തെ അടിസ്ഥാനമാക്കി പാടുക മോക്ഷയാത്രയാ. നമ്മളെല്ലാം യാത്രക്കാരാ. ഒരു വേറെ പുസ്തകം കഴിഞ്ഞാൽ കൂടുതൽ വായിച്ചിട്ടുള്ള പുസ്തകമാണല്ലോ എല്ലാവരും പരദേശി മോക്ഷയാത്ര. യാത്രയാ. 100 കൊല്ലം മുമ്പ് ഏകയായിട്ട് വിശ്വാസത്തിൽ വന്ന ഒരു ധീര വനിതയുണ്ട്. ഇത് സഹോദരിമാരോട് ചേർന്നല്ലോ യോഗ കൊണ്ട് ഒന്ന് പറയുന്നത് നല്ലതാ. വളരെ ധീരതയോടെ നിന്ന കർത്താവിൽ പ്രസിദ്ധയായ ഇസ്രായേൽ പൗരത്വം വരെ ഉണ്ടായിരുന്നു. അന്നമ്മ മാമൻ കുമ്പനാട് കുടുംബത്തിലെയാണ്. ആ കർത്തദാസി ധീര വനിതയായിരുന്നു. അനേക രാജ്യങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ച ആ മാന്യ വനിതാരത്നം. ആ കർത്തദാസിയുടെ തൂലികയിൽ എഴുതപ്പെട്ട നിരവധി പാട്ടുകൾ ക്രൈസ്തവ ലോകത്ത് ഇപ്പോഴും പ്രചാരമുള്ള പാട്ടുകൾ. പാടിയാൽ ഇപ്പോഴും എൻ്റെ ഭാഷ പറഞ്ഞ കത്തലുണ്ടാകും. സ്തോത്രം. അതിൽ പ്രധാനമായൊരു പാട്ടുണ്ട്. ഏകയായിട്ട് വിശ്വാസത്തിൽ വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി. ചരിത്രമൊക്കെ പറയുന്നത് പഴമക്കാർ പറഞ്ഞുള്ള അറിവും ചില ചരിത്ര തെളിവ് വെച്ച് പറയുക. ആ വേറെ പുസ്തകവും അല്പം തുണിയാക്കിയായിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി ഒരു പാണ്ടക്കെട്ടുമായിട്ട് എങ്ങോട്ട് പോകും? യൗവനമാണ്. കപ്പയുടെ ഇടയിൽ പോയി ഇരിക്കുവന്ന. കപ്പയുടെ ഇടയിൽ വീട്ടിൽ കയറ്റുകയില്ല അപ്പൻ. അമ്മയ്ക്ക് കരുണയുണ്ട്, പക്ഷെ പെരക്കകത്ത് കയറ്റുകയില്ല, കഞ്ഞി കൊടുക്കുകയില്ല. അപ്പം പഴയ ആൾക്കാർ പറഞ്ഞുള്ള അറിവ. സ്തോത്രം. കപ്പയുടെ ഇടയിൽ കപ്പ ഇഷ്ടം പോലെ ഇട്ടിരിക്കുക. കപ്പക്കാലായില്ല, കിടപ്പല്ല. അപ്പൻ അറിയാതെ പിന്നെ ഇടയ്ക്ക് വീട്ടിൽ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യും. അമ്മ ഭക്ഷണമെല്ലാം കാലമാകുമ്പം കൊടുക്കണമല്ലോ. എവിടെ കപ്പയെല്ലാം ഇങ്ങനെ ഇടയ്ക്ക് എവിടെ ഇരിക്കുന്ന അറിയാം. അപ്പം അന്നമ്മ ഇരിക്കുന്നിടത്ത് ആ കപ്പയെ പിടിച്ചൊന്ന് കുലുക്കും. അപ്പം മേളിൽ തലക്ക വനങ്ങും. അപ്പം അമ്മയ്ക്ക് മനസ്സിലാകി ഇന്ന കപ്പയുടെ മൂട്ടി അന്നമ്മ ഇരിപ്പുണ്ടെന്ന് കൊണ്ട് കൊടുക്കും. വലിയ പ്രശ്നമായി. ഒടുവിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഒരു സന്ധ്യയ്ക്ക് ആ വേറെ പുസ്തകവും അല്പം തുണിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. എങ്ങോട്ട് പോകുന്നെന്ന് അറിയാൻ മേല. നേരെ തിരുവല്ലയ്ക്ക് പോരുകാരെന്നാ. അപ്പൊ ആ സന്ദർഭത്തിൽ എഴുതിയ പാട്ട. അതിപ്പോഴും പാടിക്കുമ്പോൾ കത്തലല്ലേ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി,
യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടോ രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടോ രക്ഷകനായ അന്ത്യശ്വാസം. വരെയും. അപ്പോൾ മൺമറഞ്ഞ കർത്താവിന്റെ ദാസിയുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മളല്ല യാത്രക്കാരാ. ക്രൂശെ നോക്കി എല്ലാവരും യാത്രക്കാരാ. അധ്യാത്മരാമായണത്തിലെ എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അയോധ്യാകാന്ഡത്തിൽ വിച്ഛിന്നാഭിഷേകം എന്ന ഭാഗത്ത് പിള്ളേർക്ക് പഠിക്കാനുണ്ട്. ഒരു വരി അവിടെ ഇങ്ങനുണ്ട്: പാന്തർപ്പരി അമ്പലം തന്നിലേ ദാന്തരായി കൂടി വരും വിയോഗം പോലെ നദിയാ കൊഴുകുന്ന. അവൻ പറയുന്ന അവന് പഠിക്കാനുണ്ടെന്ന്. അങ്ങനെ എനിക്ക് തോന്നി, കണ്ടോ അവനോട് പറഞ്ഞു എനിക്കുണ്ടെന്ന്. നീ പഠിച്ചോ. അപ്പൊ അവിടെ അങ്ങനെ പാന്തർപ്പരി അമ്പലം തന്നിലേ ദാന്തരായി കൂടി വരും വിയോഗം പോലെ നദിയാ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമായ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം. മതി. അപ്പോൾ അവിടെയും യാത്രക്കാരാണ്. പാന്തർ പെരുവഴി അമ്പലം തന്നിലേ. പാന്തർ യാത്രക്കാരാ, പെരുവഴി അമ്പലം തന്നിലേ. പണ്ട് കാലത്ത് വാഹനങ്ങൾ സുലഭമല്ലാതിരുന്ന കാലത്ത് യാത്ര ചെയ്യുന്നവര് യാത്ര ചെയ്ത് നടന്നു തന്ന സത്രത്തിൽ വന്ന് തങ്ങും. പെരുവഴി അമ്പലം പല സ്ഥലത്തു നിന്ന് പല ഉദ്ദേശത്തിന് പല ഇടങ്ങളിലേക്ക് പോകാനുള്ളവർ വന്ന് തങ്ങുന്ന സ്ഥലമാണ്. രാവിലെ ആകുമ്പോൾ എല്ലാവരും അവനവൻ്റെ വഴിക്ക് ഇതുപോലെ ഈ ലോകത്തിലെ ജീവിതം എന്ന കവിയുടെ ഭാവന. ആട്ടെ യാത്രക്കാരാ, പാന്തര. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഈ വഴിയാത്രയിൽ നമ്മെ തകർക്കുന്ന ശക്തികളുണ്ട്. ദൈവത്തിന് ജനമാകുന്ന നമ്മുടെ പിതാക്കന്മാർ ഇസ്രായേൽ മക്കൾ എല്ലാവരും യാത്രക്കാരായിരുന്നു. ഏതാണ്ട് 40 വർഷം യാത്ര മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത അനന്തരമാണ് അവൻ വാഗ്ദത്ത കനാനിൽ ചിലർ പ്രവേശിച്ചത്. 40 കൊല്ലവും അവർ യാത്രയായിരുന്നു. പുതിയ നിയമ ഇസ്രായേലാകുന്ന നാമം സ്വർഗീയ കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഈ യാത്രയിൽ നമ്മെ നശിപ്പിക്കുവാൻ തകർത്തു കളയുവാൻ ദുഷ്ടശക്തികളുണ്ട്. ഇന്ന് രാത്രി രക്ഷപ്പെടണമെങ്കിൽ പ്രധാനപ്പെട്ട വിഷയം നീ പുത്രനെ ചുംബിക്കണം, യേശു ക്രിസ്തുവിനെ ചുംബിക്കണം. എൻ്റെ വിഷയം ചുംബനം എന്നുള്ളതല്ല എങ്കിലും 2 കാര്യം പറഞ്ഞ ആ ഭാഗം പലവിധ ചുംബനങ്ങളുണ്ട്. ഇടയ്ക്കുണ്ടായിരുന്നു ചുംബന സമരം. നെടുക നടന്നങ്ങ് പിന്നെ നമ്മുടെ വിഷയമല്ല ഇത്. ചുംബന സമരം ഒന്നും നടത്തിയാൽ നീ സ്വർഗത്തിൽ പോകുകയല്ല. നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ, നിത്യതയിൽ എത്തണമെങ്കിൽ പുത്രനെ ചുംബിക്കണം. അപ്പൊ പലവിധത്തിൽ ചുംബനമുണ്ട്. 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചേച്ച് വിഷയത്തിലേക്ക് വന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കാം. നമുക്കറിയാമല്ലോ, പണ്ട് യാക്കോബിനെ കണ്ടപ്പം അമ്മാച്ചനൊരു ചുംബനം ചുംബിച്ചു. സ്തോത്രം. 29:13 അല്ലയോ? ഉൽപ്പത്തി 29:13 അല്ലേ? വായിച്ചേ. ലാബാൻ തന്റെ സഹോദരിയുടെ മകനായ യാക്കോബിന്റെ വസ്തുത കേട്ടു. ലാബാൻ തന്റെ സഹോദരിയുടെ മകനാകുന്ന അനന്തരവന്റെ വസ്തുത കേട്ടപ്പോൾ അവനെ എതിരേൽപ്പാൻ ഓടിച്ചു. അയ്യോ, എതിരേൽപ്പാൻ. കാരണം ഇയാൾ ഒറ്റയ്ക്ക് കല്ലുരുട്ടി മാറ്റിയ ആളാ. അതായി കേട്ടതേ. പെങ്കൊച്ചങ്ങൾ എന്ന് പറഞ്ഞ് എൻ്റെ പപ്പ ഒരു പാസ്റ്റർ അവിടെ വന്ന് നിൽക്കുന്നു. സാധാരണ പാസ്റ്റർമാരെ പോലൊന്നും അതിന് അപ്പം ചോദിച്ചു, IPC ആണോ? IPC ആണോ, ചർച്ച കോടാന്നോ, അസംബ്ലീസ് കോടാന്നോ, കോഡ് ഏതാണെന്ന് അറിയാൻ മേല. ആളും മിടുക്കനാന്ന് പറഞ്ഞു. ഓർഡിനേഷൻ കിട്ടിയതാണോ? അതൊന്നും അറിയാൻ മേല. പുള്ളി കല്ലുരുട്ടി മാറ്റുന്നവനാന്ന് പറഞ്ഞു. ഒറ്റ ഉരുട്ടനല്ലയോ കല്ല്. പിന്നെ ഞങ്ങൾ കണ്ണേ കണ്ടതാ കല്ലുരുട്ട് മാറ്റുന്നത്. നമ്മുടെ ആൾക്കാർ 41 ദിവസം ഇരുന്നിട്ടും കല്ല് മാറുന്നില്ല. ഫുള്ളിരിക്കുന്നു, ഒരു നേരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം മുട്ടനാടിന് ഇടി കൊണ്ട് വീട്ടിലോട്ട് പോരുന്നല്ലാതെ അയാൾ ഒറ്റ ഉരുട്ടിന് കല്ല് മാറ്റി. അപ്പം ഈ വസ്തുതയെല്ലാം അമ്മാച്ചൻ കേട്ടു. അമ്മാച്ചൻ കേട്ടപ്പം അമ്മാച്ചനെ നാടൻ ഭാഷ പറഞ്ഞ ഇളക്കം കയറി.
അപ്പൊ അനന്തരം എന്നെ കാണാൻ ചെന്നതാ. ചെന്ന കാഴ്ചയാ. ഒന്നുകൂടെ വായിച്ചു 13. ലാബാൻ തന്റെ സഹോദരിയുടെ മകനായി യാക്കോബിന്റെ ലാബാൻ തന്റെ സഹോദരിയുടെ മകനാകുന്ന യാക്കോബിന്റെ വസ്തുത കേട്ടപ്പോൾ അവനെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്തു, ചുംബിച്ചു. അവനെ ആലിംഗനം ചെയ്ത് ചുംബിച്ചു. സ്തോത്രം. എന്റെ ഭാഷയിൽ പറഞ്ഞ ഇത് അത്ര നല്ല ആത്മാർത്ഥതയുള്ള ചുംബനമൊന്നും അല്ല. വലിയ ആത്മാർത്ഥതയൊന്നും പോയില്ല. വിശദീകരിക്കുന്നില്ല, നമ്മുടെ വിഷയമല്ലാത്തോണ്ടാ. അതിന് തെളിവ് ആത്മാർത്ഥത വലുതായിട്ടില്ലെന്ന് പറഞ്ഞ് ഈ കിണറ്റിങ്കരയെ വെച്ച് കണ്ട് ചുംബിച്ചു. വീട്ടിലൊക്കെ കൊണ്ടുപോയി. വർഷങ്ങൾ കഴിഞ്ഞപ്പം ഈ ചുംബിച്ച അപ്പൻ തന്നെ നേരെ ഘടകവിരുദ്ധമായി. 31 വായിച്ചേ. ചുംബിച്ച മുഖമല്ലല്ലോ ഇപ്പം. 31. എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെ യാക്കോബ് എടുത്തു കളഞ്ഞു വന്നെങ്കിൽ ഞങ്ങളുടെ അപ്പന്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെ സമ്പാദിച്ചു വന്ന് ലാബാന്റെ പുത്രന്മാര് പറഞ്ഞ വാക്ക് യാക്കോബ് കേട്ടു. യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറേ അത് തന്റെ നേരെ മുമ്പ് ഇരുന്നത് പോലെ കിണറ്റിങ്കരെ വെച്ച് ചുംബിച്ച മുഖമല്ല ഇപ്പം. ഇവിടുത്തെ ചുംബനമെല്ലാം എന്തേലും കൊടുക്കുമ്പോഴുള്ള ചുംബനവും ഉള്ളു. അത് കഴിയുമ്പോ ഇത് കൊടുക്കാതിരുന്നേ. പേർഷ്യന്ന് മോനും മോളും ഒക്കെ വരുമ്പോൾ എന്തോ ഒരു ചുംബനമാ. സ്തോത്രം. പിന്നെ അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്ന് അവിടെ നിന്നൊക്കെ വരുമ്പോഴേ സ്തോത്രം. നാട്ടിലുള്ളവനോട് അത്ര ചുംബനമൊന്നുമില്ല. അവൻ അമ്മ ഒരു ചുംബനം ഇപ്പോഴാണ് ചുംബിക്കാൻ വരുന്നത്. മറ്റവൻ ആ ചുംബനമല്ല. പണ്ട് കോവൂര് കുഞ്ഞോളച്ചമ്മ പറഞ്ഞു, അമ്മ പണ്ട് കത്തെഴുതുമായിരുന്നു. മോൻ കുവൈറ്റില്ല. കത്തെഴുതുവാൻ, ജോണിക്കുട്ടി നിന്നെ കാണാഞ്ഞിട്ട് എൻ്റെ കണ്ണ് കഴയ്ക്കുന്നെന്ന്. പഴയ അമ്മമാരില്ലേ കത്തെഴുതിയതാ. നിന്നെയും അവളെയും പിള്ളേരെയും കാണാഞ്ഞിട്ട് എൻ്റെ കണ്ണ് കഴിച്ചിട്ടൊരു കത്തെഴുതി. അങ്ങനെ ഇരുന്നപ്പോൾ ആ സദ്ദാം ഹുസൈൻ കയറി പിടിച്ചടക്കി കുവൈറ്റ് പ്രശ്നമായി എല്ലാം കൂടും കിടക്കെടുത്ത് നാട്ടിൽ വന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ജോണിക്കുട്ടി പോകുന്നില്ല. അന്നേരം കൂടെ എന്നും ചെന്ന് ചോദിക്കും, കട്ടം കൊടുക്കാൻ തരുത്. ജോണിക്കുട്ടി ഇനി പോകാറായില്ലേ? അപ്പം ജോണിക്കുട്ടി ചോദിച്ചു, അമ്മയ്ക്ക് ഇപ്പം കണ്ണ് കഴിക്കുന്നില്ലേ എന്ന്. പിന്നെ കുഞ്ഞോളച്ചമ്മ പറഞ്ഞൊരു ഭാഷയുണ്ട്, അത് ഞാനിപ്പോൾ പൊതുവെ പറയുന്നില്ല. കുഞ്ഞോളച്ചമ്മ പറഞ്ഞാൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ കുഴപ്പം. അതുകൊണ്ടാണ്. സ്തോത്രം. അപ്പൊ ഈ കിണറ്റിക്കരയെ വെച്ച് ചുംബിച്ച മുഖം രീതി ഒന്നുമല്ല ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലാബാന്റെ മുഖത്ത് കണ്ടത്. അത് തൻ്റെ നേരെ മുമ്പേ ഇരുന്നത് പോലെ അല്ല. അപ്പോൾ ഈ ചുംബനം ആത്മാർത്ഥതയുള്ള ചുംബനമല്ല. വേറൊരാള് ചുംബിച്ചു. നമുക്കറിയാം, മുമ്പേ അത് സൂചന തന്നല്ലോ. അബ്ശാലോം ചുംബിച്ചു. ആരെ? വരുന്നവനെ മുഴുവൻ അബ്ശാലോം ചുംബിക്കുക. വാതുക്ക നിന്ന്. അവൻ ചുംബിക്കുന്നത് നിനക്ക് ഗുണം വരുത്താനല്ല, അവന് കസാര എങ്ങനെയും കൈ കിട്ടാനാ. സ്തോത്രം. 5:5 വായിച്ചു. അവൻ ചുംബിച്ചത് ശമൂവേലിന്റെ 2-ാം പുസ്തകം 5:5 വായിക്ക്. അബ്ശാലോമിന്റെ ചുംബനം അവിടെ എഴുതിയിട്ടുണ്ട്. അവൻ ഹെബ്രോണിൽ യഹൂദയ്ക്ക് 5:5 15:5 സോറി 15:5 ഞാൻ 5 പറഞ്ഞല്ലോ. 15:5 ആരെങ്കിലും അവനെ നമസ്കരിപ്പ മതിയോ? ഇനിയിപ്പോ അവിടെ മുതൽ വായിക്കേ. ആരെങ്കിലും അവനെ നമസ്കരിക്കും. 4 മുതൽ വായിച്ചോ. 4 മുതൽ വടക്കം വ്യവകാരമുള്ളവരെല്ലാം കൂടി എൻ്റെ അടുക്ക് വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കവണ്ണം ദേശത്തിന് ന്യായാധിപതിയാക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അടുത്തത് എന്ന് അബ്ശാലോം പറയും. അടുത്തത് ആരെങ്കിലും അവനെ നമസ്കരിപ്പാൻ അടുത്ത് വന്ന അവൻ കൈ നീട്ടി കെട്ടിപ്പിടിച്ച് അവരെ ചുംബനം ചെയ്യും. അബ്ശാലോമിന്റെ ചുംബനം ഇതും ആത്മാർത്ഥതയല്ല, അവന്റെ കസേര ഉറപ്പിക്കാൻ ചുംബിക്കുന്നതാണ്. ഇലക്ഷന്റെ സമയത്തൊക്കെ വന്ന് ചുംബിക്കുന്ന കണ്ടിട്ടില്ലേ? അയ്യോ, എന്തോ ഒരു ആത്മാർത്ഥതയാ. ഭയങ്കര കരുതലും സ്നേഹവും. മൂക്കട്ടെ ഒലിച്ചിരിക്കുന്ന കൊച്ചിന്റെ മൂക്കട്ടെ പിടിഞ്ഞ് കളയുക. നമ്മളവർക്ക് നമ്മുടെ കൊച്ചിനോട് അയ്യോ കണ്ണാലെ കണ്ടതാ. വാർഡ് മെമ്പറായിട്ട് നിൽക്കുക. ഒരു വീട്ടിൽ വന്നപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിൽക്കുക. മതിലില്ല കാണാം. അവിടുത്തെ കൊച്ച് പനിയെല്ലാം ഒലിപ്പിച്ച് ഇങ്ങനെ നിൽക്കുക. ഈ തള്ള പഞ്ചായത്ത് ഇലക്ഷന് നിൽക്കുക. അവർ വന്ന പാടിച്ച് കൊച്ചിനെ എടുത്ത് വെച്ചു പിടിച്ചു അവരുടെ സാരി തൊലിപ്പ്. ഇത് ആത്മാർത്ഥത ഉണ്ടായിട്ടാണോ? ആ വീട്ടിലെ 3 വോട്ട് കിട്ടാനാ. മെമ്പറായിട്ട് കഴിഞ്ഞേച്ച് മൂക്കട്ട് വലിപ്പിച്ച് കൊച്ചിനെ കൊണ്ട് ചെന്ന് നോക്കുവോ? അല്ല, ഏലായി. അല്ല, എല്ലാവരുടെയും കാര്യം നിങ്ങൾ എന്നെ ഇങ്ങനെ തുറച്ച് നോക്കുവൊന്നും വേണ്ട. ഇപ്പൊ എല്ലാവരോടും ഭയങ്കര അനുകമ്പയും സ്നേഹവും കരുതലും ഒക്കെ. അയ്യോ, ഭയങ്കര കരുതല. എന്തിനാ? നമ്മുടെ വിഷയം അതല്ലല്ലോ.
ദൈവത്തിന് മഹത്വം. അബ്ശാലോം ആര് വന്നാലും കൈ നീട്ടി കെട്ടിപ്പിടിച്ചവനെ ചുംബിക്കും. ചുംബനം ചെയ്യും. വെളുത്തവനാണോ കറുത്തവനാണോ, വണ്ണമുണ്ടോ പൊണ്ണമുണ്ടോ, ഉയരമുണ്ടോ വലിപ്പമുണ്ടോ, നിറമുണ്ടോ, ഇതൊന്നും നോക്കുകയല്ല, അങ്ങ് ചുംബിക്കുക. ആലിംഗനവും ചുംബനവും ഇത് നിനക്ക് ഉണം വരുത്താനൊന്നുമല്ല, നിന്നെ കുരുക്കാനാ. സ്തോത്രം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത് ആത്മാർത്ഥതയുടെ ചുംബനമല്ല, ദൈവത്തിന് മഹത്വം. അപ്പോൾ അബ്ശാലോം ചുംബിക്കുന്നത് ആത്മാർത്ഥതയുടെ ചുംബനമല്ല. യൂദ ചുംബിച്ചല്ലോ. എല്ലാ വാക്യങ്ങളും ഇവിടെ കണ്ട നിങ്ങൾക്കറിയാം. യൂദ ചുംബിക്കാൻ വരുമ്പോഴും ചെല്ല് പറയുന്നത് അവൻ ഒറ്റിക്കൊടുത്ത പണം ഉണ്ട്, 30 വെള്ളിക്കാശിന്. സ്തോത്രം. ഒറ്റിക്കൊടുത്ത പണം. അന്നേരം അവൻ ചുംബിക്കാൻ വരിക. കർത്താവ് ഇതെല്ലാം സർവ്വജ്ഞാനി അറിഞ്ഞോണ്ട് യൂദായെ ചുംബനത്താലാന്നോ? പന്തിരുവരിയിലൊരുത്തൻ യൂദൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. പന്തിരുവരിയിലൊരുത്തൻ യൂദൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. ആ കഷ്ടം കഷ്ടം, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. പന്തിരുവരിയിലൊരുത്തൻ യൂദൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. യൂദൻ വരുന്നു, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. ആ കഷ്ടം കഷ്ടം, തന്തയെ കാണിച്ചു കൊടുപ്പാൻ. അപ്പൊ ശ്രദ്ധിക്കുക, യൂദ ഒറ്റിക്കൊടുക്കുന്നത് ചുംബനത്താല. ലാബാൻ ചുംബിച്ചത് ആത്മാർത്ഥതയുണ്ടായിട്ടല്ല, സ്തോത്രം, പ്രഹസനമാണ്. അബ്ശാലോം ചുംബിച്ചത് ഗുണം വരുത്താനല്ല, അവന്റെ കസേര ഉറപ്പിക്കാൻ ചുംബിച്ചതാ. യൂദ ചുംബിച്ചത് അവൻ സ്തോത്രം ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല ബുദ്ധി കൊണ്ടാ. പണസഞ്ചി അവന്റെ പക്കലും തന്നെയല്ല, ഡെയിലി അവൻ അതിൽ നിന്ന് അടിച്ചു മാറ്റുന്നുമുണ്ട്. അതുകൊണ്ടാ പൈസയ്ക്ക് വേണ്ടി ചുംബിച്ചതാ. പൈസയ്ക്ക് വേണ്ടി ചുംബിക്കുന്ന ആൾക്കാർ ഒത്തിരിയുണ്ട്. എന്നാൽ മറിയ ചുംബിച്ചു. പരീശന്റെ വീട്ടിൽ യേശു ചെന്നു. സ്തോത്രം. അവള് സ്വച്ഛമാംസി തൈലമായിട്ട് പിറകെ നിന്നു. യേശു ചെന്നപ്പം മുതല് അവിടെ ആദ്യം എഴുതിയിരിക്കുന്നത് മറിയ കണ്ണുനീര് കൊണ്ട് അവിടുത്തെ തൃപ്പാദം നനച്ച് ആ തലമുടി കൊണ്ട് തുടച്ചെന്ന. മുടി ഒത്തിരി ഉണ്ടെന്ന. അതില മറിയ വട്ടം കണ്ടിച്ച് കിടക്കുകയല്ലായിരുന്നു. ഇന്നത്തെ മറിയല്ല. പിന്നെ തല കിട്ടൊരു ഇളക്കിളക്കിയെങ്കിൽ മുടി ഉണ്ടായിരുന്നെന്നാ തോന്നുന്നത്. അപ്പം മുടി കൊണ്ട് തുടച്ച് ആ തൃപ്പാദം ചുംബിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 7:38 വായിക്കുന്നത് ചുംബിച്ചെന്നല്ലേ? ഒന്ന് വായിച്ചേ. പരീശന്മാരിൽ ആ ചുംബിച്ചത് വായിച്ചാൽ മതി. നമുക്ക് പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. കണ്ണുനീര് കൊണ്ട് യേശുവിന്റെ കാല് നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ച്, തലമുടി കൊണ്ട് മറിയം തുടച്ചു. കാൽ ചുംബിച്ച് തൈലം പൂശി. അയ്യോ, കാല് ചുംബിച്ച് തൈലം പൂശി. ഇതാ നമ്മൾ ചെയ്യേണ്ടത്. അവിടെ ആദ്യം വായിക്കുമ്പം ഒന്ന് ചുംബിച്ചെന്നാ വായിക്കുന്ന. പക്ഷെ കർത്താവ് അവനോട് പറഞ്ഞപ്പം വന്നപ്പം മുതൽ ഇടപെടാതെ അവള് ചുംബിച്ചെന്ന്. താഴോട്ട് വായിക്കുമ്പോഴുണ്ട്, ശിമോന ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നീ എനിക്ക് വെള്ളം തന്നില്ല, നീ അവന്റെ കാല് കഴുകിയില്ല, നീ എനിക്ക് ചുംബനം തന്നില്ല. പക്ഷെ ഇവളുണ്ടല്ലോ, ഇവള് വന്നപ്പം മുതൽ ചുംബിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വാക്യമില്ലേ സാറേ? ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ചു. ഇവളോ കണ്ണുനീര് കൊണ്ട് എന്റെ കാല് നനച്ചു. തലമുടി കൊണ്ട് തുടച്ചു. തലമുടി കൊണ്ട് തുടച്ച് നീ എനിക്ക് ചുംബനം തന്നില്ല. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എന്റെ കാല് ചുംബിച്ചു. ഇന്ന് രാത്രി നിന്റെ പാപത്തെ മോചിച്ച് രോഗത്തെ സൗഖ്യമാക്കി നിന്നെ വീണ്ടെടുത്ത് നിന്നെ രക്ഷിച്ച യേശുവിനെ ഇടവിടാതെ നീ ചുംബിക്കണം.
അടുത്തിരിക്കുന്നവൻ ചുംബിക്കുന്നുണ്ടോ, യേശുവിനെ മുത്തുന്നുണ്ടോ, നമ്മുടെ വിഷയമല്ല. അടുത്തിരിക്കുന്നവൻ ഹല്ലേലൂയ പറയുന്നു, അത് നമ്മുടെ വിഷയമല്ല. അടുത്തിരിക്കുന്നവൻ കൈയടിക്കുന്നു, അത് നമ്മുടെ വിഷയമല്ല. നിന്റെ പാപമാ യേശു മോചിച്ചത്, യേശു നിന്നെയാ രക്ഷിച്ചത്, യേശു നിന്നെയാ വീണ്ടെടുത്തത്. ഇന്ന് രാത്രി അവിടുത്തെ തൃപ്പാദപീഠത്തിൽ ചുംബിക്ക്, നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. വടിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. വേഗത്തിൽ വന്ന് ചില കാര്യങ്ങൾ പറയുക. വടിയിൽ നമ്മെ നശിപ്പിക്കാൻ ശക്തികളുണ്ട്. നമ്മുടെ പിതാക്കന്മാരെല്ലാം വടിയാത്രക്കാരാ. നമ്മളും സ്വർഗീയ കനാന യാത്ര ലക്ഷ്യമാക്കി യാത്ര ചെയ്യുക. ഈ വടിയിൽ നമ്മെ നശിപ്പിക്കുന്ന ശക്തികൾ, ഒരു വാക്യം പെട്ടെന്ന് വായിക്കുക, ഏറെ സമയം ഇനി എടുക്കുന്നില്ല. ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. വടിയിൽ നമ്മെ നശിപ്പിക്കുന്ന ശക്തികൾ. ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിന്റെ 17-ാമത്തെ തിരുവെഴുത്തുകൾ. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ച് തളർന്നു ഇരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനതയൊക്കെ സംഹരിച്ച് കളഞ്ഞ കാര്യം തന്നെ ഓർക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, വഴിയിൽ നമ്മെ നശിപ്പിക്കുന്ന ശക്തികൾ. ഓടിച്ചു പറയുക, ഇവിടെ പറയുക, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച്, വഴിയിൽ വെച്ച് നശിക്കരുത്. വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്നു. അപ്പോൾ ഇസ്രായേലിന്റെ കനാനിലേക്കുള്ള യാത്രാവേളയിൽ ഇവരെ തകർത്ത് കളയാമെന്ന പ്രധാനപ്പെട്ട ശക്തിയാ അമാലേക്കിന്റെ ശക്തി. ആരായി അമാലേക്ക്? വിശദീകരിക്കുന്നില്ല, വാക്കുകൾ ചടികിടാന്ന് പറഞ്ഞങ്ങ് പോകാം. ആരാണ് ഈ അമാലേക്ക്? ഏശാവിന്റെ കൊച്ചുമകൻ. ഉൽപ്പത്തി 36:12. ഏശാവിന്റെ മകനാകുന്ന എലീഫസിന് തന്റെ വെപ്പാട്ടിയാകുന്ന തിമ്നയിൽ നിന്ന് ജനിച്ച സന്തതിയാണ് അമാലേക്ക്. ഉൽപ്പത്തി 36:12 പെട്ടെന്ന് വായിക്കാം. ഉൽപ്പത്തി 36:12. തിമ്ന എന്നവൾ ഏശാവിന്റെ മകനാകുന്ന എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിന്റെ മകനായ എലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ എലീഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു. ആരാണ് ഈ അമാലേക്ക്? ഏശാവിന്റെ കൊച്ചുമകൻ. ഏശാവിന്റെ മകനാകുന്ന എലീഫസിന് തന്റെ വെപ്പാട്ടിയാകുന്ന തിമ്നയിൽ നിന്ന് ജനിച്ച സന്തതിയാണ് അമാലേക്ക്. അമാലേക്കിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇത് വാഗ്ദത്ത പ്രകാരം ജനിച്ചതല്ല, ഇത് ജഡപ്രകാരം ജനിച്ചതാ. അപ്പോൾ അമാലേക്ക് എന്ന് പറഞ്ഞാൽ വാഗ്ദത്തമല്ല, ജഡമാ. അതുകൊണ്ട് ജഡീക സന്തതിയും ആത്മീക സന്തതിയും ഒന്നിച്ച് പാർത്ത പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇശ്മായേലിനെയും ഇസഹാക്കിനെയും രണ്ടാക്കി വിട്ടത്. സ്തോത്രം. ജഡീക സന്തതിയും ആത്മീക സന്തതിയും, ജഡോ ആത്മാവും രണ്ടും കൂടെ ഒരു വീട്ടിലുണ്ടെങ്കിലും പ്രശ്നമാ, സഭയിലുണ്ടെങ്കിലും പ്രശ്നമാ, ഒരു സെന്ററിലുണ്ടെങ്കിലും പ്രശ്നമാ. പിന്നെ ആത്മീകനും ജഡീകനും എന്നും വൈതരണിയാണ്. അതുകൊണ്ട് ആവർത്തന പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, കാളയായും കഴുതയായും ഒന്നിച്ച് പൂട്ടി കൂടരുത്. ഒരു മുഖത്തിന്റെ ഒരു വശം കാള, ഒരു വശം കഴുത, രണ്ടും രണ്ട് ടൈപ്പാ. കാള പുസ്തകത്തിന്റെ വ്യവസ്ഥയല്ല പറയുന്നത്. കാള യാഗമൃഗമാ, കഴുത ശാപമൃഗമാ. യാഗത്തിന് കൊള്ളുകയല്ല. അപ്പൊ യാഗത്തിന് കൊള്ളുന്ന കാളയും യാഗത്തിന് കൊള്ളാത്ത കഴുതയും കൂടെ ഒന്നിച്ചു വെച്ച് സഭയെ കൊണ്ടുപോയാൽ മുരടും. എല്ലാവരും ആത്മാവിലാകുമ്പോ ഇവൻ മുരടെന്ന് കണ്ടിട്ടില്ലേ? അവൻ കഴുതയാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാവരും ആത്മാവിലാകുമ്പോ ഇവൻ ഇങ്ങനെ കുറുക്കം നോക്കും പോലെ. പിന്നെ അവനെ ഞൊട്ട, ഈ വിരലിലെ ഞൊട്ട മൊത്തം വിട്ടു. അത് തീർന്നപ്പം ഇപ്പുറത്തെ വിട്ട് പിന്നെ വിരലൊന്ന് മടക്കി വിട്ടു നോക്കി. ഇവൻ ആരാധിക്കുകയല്ല. അതിനിടയ്ക്ക് ഇവൻ മൊബൈൽ എടുത്ത് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തീർന്നില്ലെന്ന് മെസ്സേജ് കൊടുക്കുക. കാളയായും ഈ കഴുതയോ ഒന്നിച്ച് പൂട്ടുകൂടത്. ഗുണപ്പെടാത്തവനും ഗുണപ്പെട്ടവനും കൂടെ സഭയിലുണ്ടെങ്കിൽ അവിടുത്തെ ഉപദേശിക്ക് എന്നും ഉപവാസമായിരിക്കും. നമ്മൾ ചോദിക്കും, പാസ്റ്റർ ഇന്ന് രാവിലെ ഇച്ചിരി 2 ഇഡ്ഡലി തരട്ടെ. ഇല്ല, ഞാൻ ഫാസ്റ്റിങ്ങാ. അതിനാ ബേച്ചൻ സഹോദരൻ ഇച്ചിരി ഇടഞ്ഞു നിൽക്കുക. ആട്ടെ. പിറ്റേന്ന് ചെന്ന പറ്റുന്നു, എന്നാൽ 2 ദോശ ഇന്ന് തരട്ടെ. ഇല്ല, ഞാൻ തങ്കമ്മാമയ്ക്ക് വേണ്ടി എന്നാ തള്ള നുണ പറഞ്ഞ് ആകെ കലക്കി ഇട്ടിരിക്കുക. ബുധനാഴ്ച എന്ന് പറഞ്ഞാൽ എന്നാൽ ഇച്ചിരി ഉപ്പുമാവ് തരട്ടെ. അയ്യോ, ഇന്ന് ഒട്ടുവെക്കത്തില്ല. കമ്മിറ്റി 2 പേര് ഇച്ചിരി പ്രശ്നമായി ഒരു കുമ്പനാട്ടോട്ട് പോയിട്ടുണ്ട്. അതിനൊരു വിടുതൽ കിട്ടാൻ വേണ്ടി ഞാൻ ഒരിക്കൽ പറഞ്ഞ അയാൾ കഞ്ഞിയും വെള്ളം കുടിച്ച് യാകുകയല്ല. എന്നും അങ്ങ് ഉപവാസമാണ്. ഈ കൊണപ്പെട്ടവനെയും കൊണപ്പെടാത്തവനെയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോയ പ്രശ്നമാ. കാളയെയും കഴുതയെയും ഒന്നിച്ചു പൂട്ടിക്കൂടരുത്. അപ്പോൾ അമാലേക്ക് എന്ന് പറഞ്ഞാൽ വാഗ്ദത്തമല്ല, ജഡമാ, ജഡത്തിന്റെ ശക്തികളാ. ഇനി ഈ അമാലേക്കിന്റെ പോരാട്ടം എന്ന് തുടങ്ങി? സ്തോത്രം.
എവിടെ വെച്ച് തുടങ്ങി? വായിച്ചേ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. എവിടെ വെച്ചാണ് ഇത് വന്നത്? പുറപ്പാട് 17:8. വേഗത്തിൽ. രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്നെന്ന. അപ്പൊ ശ്രദ്ധിക്കണം, വഴിയിലുണ്ടാകുന്ന ശക്തികൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കണം. വഴിയിൽ പോരാട്ടമുണ്ട്. ആ വഴിയിലുള്ള പോരാട്ടമാണ് അമാലേക്കിന്റെ ശക്തി. ആരാണ് അമാലേക്ക്? ഏശാവിന്റെ കൊച്ചുമകൻ എന്ന് പറഞ്ഞ ഇത് ജഡത്തെ കാണിക്കുന്നു. എവിടെ വെച്ച് തുടങ്ങി? രഫീദീമിൽ വെച്ച്. അതാ. അപ്പൊ രഫീദീമിൽ വെച്ചാണ് ഈ അമാലേക്ക് വന്നത്. ഇവർ ഇസ്രായേൽ ആരാ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാ ഇസ്രായേൽ മക്കള്. അപ്പൊ ഒരു കാര്യം പറയാം, ഈ ദുഷ്ടശക്തികൾ വഴിയിൽ വെച്ച് തരുന്നത് ആമേ മറ്റുള്ളവരോടല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മറകരകേറിയ നിന്നോടാ പോരാട്ടം. ഇസ്രായേൽ രക്ഷിക്കപ്പെട്ടു. കാരണം ആബീമ മാസം 14-ാം തീയതി ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചു. അത് രക്ഷയെ കാണിക്കുന്നു. രക്ഷിക്കപ്പെട്ടവരും ഇസ്രായേൽ വിട്ട് ചെങ്കടൽ കടന്നു. അത് സ്നാനത്തെ കാണിക്കുന്നു. അങ്ങനെയൊക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മറുകര കയറിയപ്പോൾ പ്രശ്നം തീരുകയല്ല, പ്രശ്നം തുടങ്ങുക. ഒരു കാര്യം ദൈവമക്കളോട് പറയാ, സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പ്രശ്നം തീരുകയല്ല, പ്രശ്നം തുടങ്ങുക. ഈ വിവരമില്ലാത്ത ചെല്ല് പറയാം, അമ്മാമ്മ അങ്ങ് മുങ്ങിയാ മതി, എല്ലാ പ്രശ്നവും തീരും. മുങ്ങിയ അന്നായിരിക്കും മൂലാന്തണ്ട് നോക്കി അവറാച്ചൻ ഇടിച്ചത്. അന്നേരം വരെ ചിന്നമ്മ പറഞ്ഞുകൊണ്ടാണ് ഞാൻ മുങ്ങിയത്, അന്ന് മുതൽ പ്രശ്നമാ. മേലിരി കോളുമായിട്ട് ഇങ്ങോട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നം തീരുകയല്ല, സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പ്രശ്നം തുടങ്ങുക. കാരണം സ്നാനത്തിലാ യേശുവിനോട് ചേരുന്നേ, യേശുവിനെ ധരിക്കുന്നേ, അവിടുത്തെ മരണ പുനരുത്ഥാന അടക്കത്തോടൊക്കെ ഏകീഭവിക്കുന്ന സ്നാനത്തിലാ. അപ്പൊ വന്ന ശക്തിയാണ് അമാലേക്ക്. ഇതെവിടെ വെച്ച് വന്നു? രഫീദീമിൽ വെച്ച്. എതിലേക്കൂടെ വന്നു? മുമ്പേ വായിച്ച വാക്യത്തിലുണ്ട്, പിറകിക്കൂടാ വന്നത്. നീ ക്ഷീണിച്ച് നിരിക്കുമ്പോൾ നിന്റെ പിൻപിൽ, അങ്ങനെ ആവർത്തനത്തിൽ വായിച്ചത്. അപ്പൊ എതിലേക്കൂടെ വന്നു? ഇത് പിറകിക്കൂടെ വന്നു. നിങ്ങൾക്ക് വചനം അറിയാം. അപ്പൊ പിറകിക്കൂടെ വരാൻ കാരണം അവിടെ എഴുതിയിട്ടുണ്ട്, ക്ഷീണിച്ചും തളർന്നു ഇരിക്കുന്നവര് എവിടെ ഇരിപ്പുണ്ട്? പുറകിലുണ്ട്. നിങ്ങൾ അപ്പൊ പുറകിരിക്കുന്നവരാരാ? ക്ഷീണിച്ചും. ഇവിടെ പുറകിരിക്കുന്നവരുടെ കാര്യമല്ല, നിങ്ങൾ താമസിച്ചു വന്നത് കൊണ്ട് അവിടെ അങ്ങ് ഇരുന്ന് പോയതാ. എന്നാലും നിങ്ങൾ ഇരിക്കുന്നല്ലോ, അത് വലിയ കാര്യം. ഈ ചില സഭയിലെ മുന്നിൽ എത്ര സീറ്റ് ഉണ്ടെങ്കിലും മുന്നോട്ട് കയറി ഇരിക്കുകയല്ല, അവർക്ക് പുറകോട്ടൊരു വലിവ. നിങ്ങൾ കൺവെൻഷനൊക്കെ കണ്ടിട്ടില്ലേ? മുന്നിൽ കിടക്കുന്ന കസാരയായിട്ട് നേരെ പുറകിലോട്ടാണ് പോകുന്നത് ചിലര്. അപ്പൊ പുറകെ കുറെ ആൾക്കാരുണ്ട്, ക്ഷീണിച്ചും തളർന്നും പോയവര് ഓടിച്ചു മുമ്പോട്ട് പോകുക. ഒന്നാമത്തെ ശക്തിയാണ് അമാലേക്കിന്റെ ശക്തി. ഇതെന്തിനെ കാണിക്കുന്നു? ജഡത്തെ. എന്നുവരെയുണ്ട് ഈ പോരാട്ടം? ആമൻ, മരണം വരെയുണ്ട്. കാരണം പുറപ്പാട് 17:16 വായിച്ച്, മരണം വരെയും ഈ പോരാട്ടമുണ്ട്. പുറപ്പാട് 17:16. യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ യുദ്ധം എന്ന് പറയുണ്ടെന്ന് ചോദിച്ചാൽ മരണം വരെയും പോരാട്ടമുണ്ട്. എവിടെ വെച്ച് തുടങ്ങി? രഫീദീമിൽ വെച്ച്. എതിലേക്കൂടെ വന്നു? പുറകിക്കൂടെ വന്നു. പുറകിക്കൂടെ വരാൻ കാര്യം, ക്ഷീണിച്ചും തളർന്നും പോയവരെ പുറകിലുണ്ട്. ക്ഷീണിക്കാനും തളരാനും കാരണം എന്നാ? ഒറ്റവാക്കി പറയാം, ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല. നല്ല ഭക്ഷണമാണ് ദൈവം കൊടുത്തത്. എന്തുവാ കൊടുത്തത്? മന്ന. രാവിലെ അപ്പം, വൈകുന്നേരം ഇറച്ചി, അടിക്കപ്പെട്ട പാറയുന്ന ശുദ്ധവെള്ളം. ഭക്ഷണ പദാർത്ഥ പാനീയമില്ലാഞ്ഞിട്ടല്ല ക്ഷീണിച്ചത്. നല്ല ഭക്ഷണം ദൈവം കൊടുത്തു, മന്ന. മന്നയെ പറ്റി 3 സ്ഥലത്തായി നാളെ ഞാൻ ഓർപ്പിച്ചതാ. പുറപ്പാട് 16:31, സംഖ്യ 11:8, സംഖ്യ 21:4. എല്ലാം എടുത്തു വായിപ്പിക്കുന്നില്ല. ഈ മന്ന യേശു ക്രിസ്തുവിന് നിഴലാ. കാരണം മന്നയുടെ വിശേഷത ഇത് ഉയരത്തിന്ന് വന്നതാ മന്ന. അങ്ങനെ ആ പുസ്തകം പഠിപ്പിക്കുന്നത്, അവൻ ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിച്ചു. ആകാശം എന്നുള്ളത് സ്വർഗമെന്നും കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തീന്ന് താഴോട്ട് വന്നതാ മന്ന. അത് യേശു ക്രിസ്തുവിന് നിഴലാ. കാരണം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ, അത് നസറേയനാകുന്ന യേശു ക്രിസ്തു. ബാക്കി മുഴുവൻ ആൾക്കാരും താഴെ നിന്ന് മേളിലോട്ട് പോകുകയും പോകാനൊരുങ്ങുകയും പോകുകയും ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ, അത് നസറേയനാകുന്ന യേശു ക്രിസ്തു. പ്രൈസ്. ഉന്നതം വിട്ടിറങ്ങി വന്ന അവൻ നസറേയനാകുന്ന ക്രിസ്തു. ഈ മന്ന യേശു ക്രിസ്തുവിന് നിഴലാ. മന്ന ക്രിസ്തുവിന് നിഴലാകാൻ പല കാര്യമുണ്ട്. ഒന്ന്, മേളിൽ നിന്ന് വന്നതാ. 2, മന്ന ചെറുതാ, വളരെ ചെറുതാ. മല്ലിയുടെ വലിപ്പമൊക്കെയാണ് പഠിച്ചിട്ടുള്ളവർ പറയുന്നത്, കണ്ടിട്ടുള്ളവർ പറയുന്നത്. ചെറുതാ, കൊത്തമ്പാലരി പോലെ ചെറുതാ. അത് ക്രിസ്തുവിന് നിഴലാ. കാരണം വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ ഈ താണഭൂമിയിൽ വന്ന് ചെറുതായിട്ട് അവതരിച്ചു.
മന്ന യേശുവിന് നിഴല. ഈ കാണുന്ന അണ്ടകടാകത്ത്, ബ്രഹ്മാണ്ട കോടിടാണ്ടത്ത്, ഈ നക്ഷത്ര മണ്ഡലങ്ങൾ, ഗ്യാലക്സികൾ, അതൊക്കെ ചിന്തിച്ചാൽ ഭ്രാന്തുണ്ടാകുമെന്ന് ആ സാർ എഴുതി വെച്ചേക്കുന്നത്. മാലുണ്ടാം ഇതിൻ ചൂട് കേവലം ചിന്തിക്കലും. ഇതൊക്കെ ചിന്തിച്ചാൽ അസുഖം വരുമെന്ന്. ചിന്തിക്കണ്ട, ചിന്തിച്ചാലല്ലേ വരുന്നേ. അപ്പൊ അങ്ങനെയുള്ള ഈ അണ്ടകടാകം, ഈ അണ്ടകടാകത്തിൽ ഒരു ചെറിയ ഗോളമാ ഭൂമി. മറ്റു ഗോളത്തിൽ നിന്ന് ഭൂമിയെ നോക്കുമ്പം ഇമ്മിണിയോളം ഉള്ളു. നമ്മളിവിടെ ഇരിപ്പ് കണ്ടാൽ ഞാൻ വലിയ പുള്ളിയാനും പറഞ്ഞ ഇനിയൊന്നും കാണുന്നില്ല. അപ്പൊ അങ്ങനെ ചെറിയ ഒരു ചെറിയ കുത്ത് പോലെ ഭൂമി. ആ ഭൂമിയിൽ കൂടുതൽ ഭാഗവും വെള്ളം, കുറച്ച് ഭാഗം കര. ആ കരയിൽ തന്നെ ഒരു ചെറിയ പൊട്ട് പോലുള്ള രാജ്യമാ പലസ്തീൻ. അറിയാമല്ലോ. ആ പലസ്തീനിൽ ഒരു ചെറിയ ഗ്രാമമാ സ്തോത്രം നസറേത്ത്. അവിടെ ഒരു ചെറിയ വീട്, ആ വീട്ടിലൊരു ചെറിയ സഹോദരി, ഒരു യൗവനക്കാരി കന്യക മറിയം. ആ മറിയത്തിന്റെ, ഞാൻ അങ്ങ് കണക്ക് പറയുക, തെറ്റുകാണെ ക്ഷമിച്ചേക്കണം, തർക്കം വേണ്ട. 6 അടി പൊക്കം വരാൻ സാധ്യതയില്ല. ഒരു 5.5 ആയിക്കോട്ടെ, ഉടക്കുണ്ടാക്കണ്ട. അല്ല, ഇനി 6 ആയിക്കോട്ടെ. ഇരിപ്പ് കണ്ടിട്ട് അത്ര ഒന്നും അല്ല പാസ്റ്റർ എന്നാ ആയിക്കോട്ടെ, നിങ്ങളെ കുറയ്ക്കുന്നില്ല. ആ 6 അടി പൊക്കമുള്ള മറിയം എന്ന് പറയുന്ന മാന്യ മാതാവിന്റെ ഒരു ചാൺ വയറെന്നൊക്കെ പഴയ കണക്ക് പറഞ്ഞു. ആയിക്കോട്ടെ. അതിനകത്തൊരു ചെറിയ ഗർഭപാത്രം. ആ ഗർഭപാത്രത്തിൽ വചനം ജഡമായി ഉരുവായി. മനസ്സിലായോ? വലിയവനായ ദൈവം ചെറുതായി ചെറുതായി വന്നെന്നായി പറഞ്ഞത്. ഈ കാണുന്ന ഈ അണ്ടകടാകത്തിന്റെ ഒരു ചെറിയ പൊട്ടുപോലിരിക്കുന്ന ഭൂമിയുടെ 4/3 ഭാഗവും വെള്ളത്താൽ ആ കിടക്കുന്ന ഈ കരയിൽ, അതിലൊരു ഭാഗം കരയുടെ ചെറിയൊരു പൊട്ടുപോലൊക്കെ ഒരു രാജ്യത്ത്, ഒരു ഗ്രാമത്തിൽ, ഒരു ചെറിയ വീട്ടിൽ, ഒരു ചെറിയ സഹോദരിയുടെ ആ ഉദരത്തിൽ, ഒരു ചെറിയ ഗർഭപാത്രത്തിൽ ഉരുവായ വലിയവനായ ദൈവം. അതായി മന്ന. വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ ഈ താണലോകത്തിൽ ചെറുതായി വന്നു. ഇന്ന് രാത്രി ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക്. മാത്രമാണോ? 1 മന്ന മുകളിൽ നിന്ന് വന്നതാ, 2 ചെറുതാ, 3 മന്നയുടെ ഒരു വിശേഷത. ഇത് ഈ മന്ന തപ്പി ദൂരോട്ടൊന്നും പോകണ്ട. കൂടാരവാതിൽ തുറന്ന് രാവിലെ അങ്ങോട്ട് തുറക്കുമ്പോൾ വാതിൽക്ക കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ രക്ഷ തേടി ദൂരോട്ടൊന്നും പോകണ്ട. നിന്റെ സമീപത്താ രക്ഷ. രക്ഷ തേടി വണ്ടിയെ കയറി പോകുമൊന്നും വേണ്ട. ടാക്സി പിടിച്ചും എനിക്കൊന്ന് രക്ഷിക്കപ്പെടണം, ടാക്സി കാണുമോ? എനിക്കൊന്ന് രക്ഷപ്പെടണം, ട്രാവലർ കിട്ടുമോ? അതിനാ ഞങ്ങൾ കുറേയേറെ പേരുണ്ട്. അങ്ങ് ചെല്ലണ്ടേ? നീ വണ്ടി പിടിച്ചും പോകണ്ട, ട്രെയിനെ കയറിയും പോകണ്ട, വിമാനത്തെ കയറിയും പോകണ്ട രക്ഷപ്പെടാൻ, കപ്പലെ കയറിയും പോകണ്ട. രക്ഷ നിന്റെ സമീപത്താ. ഇത് സുപ്രസാദ കാലമാ, ഇത് രക്ഷാദിവസമാ. ഇന്ന് രാത്രി രക്ഷകൻ നിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഏറ്റുപറ, യേശുവേ ഞാനൊരു പാപിയാ, എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണം, ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ഇത് വാതിക്കല. കൂടാരവാതിൽ തുറന്നു ചെല്ലുമ്പോൾ വാതിക്ക മന്ന കിടക്കുക. ദൈവത്തിന് മകത്ത ആ മന്നയായി ഇവർക്ക് ദൈവം കൊടുത്തത്. അപ്പോൾ ക്ഷീണിക്കാൻ കാര്യം ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല. രാവിലെ അപ്പം, വൈകുന്നേരം ഇറച്ചിക്ക് ഒരു ബഹളം ഉണ്ടാക്കി. ഒരു പ്രശ്നക്കാരാന്നല്ലോ പൊതുവേ. ഇറച്ചിക്ക് ബഹളം ഉണ്ടാക്കി. ഇവരൊരിക്കൽ മോശയോട് പറഞ്ഞു, ഇറച്ചി തന്നില്ല തന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. താൻ അവിടെ വെച്ച് വലിയ കീർവാണമൊക്കെ പറഞ്ഞ് പാലും തേനും ഒഴുകുന്ന ദേശം. അതൊന്നുമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കുറേ നാൾ കൊണ്ട്. പാലും കിട്ടുകയില്ല, തേനുമില്ല. താൻ ഇറച്ചി തന്നില്ല തന്നെ ഞങ്ങളുടെ വിവരം. ഞങ്ങൾ ഇപ്പം പെന്തിക്കോസിലായതൊന്നും നോക്കുകയല്ല. ഇറച്ചി തന്നില്ല തന്നെ. മോശ പേടിച്ച് പോയി. ഇമാര് ഈ പെന്തിക്കോസി വന്നിങ്ങനെ പമ്മി ഇരിക്കുന്നുള്ളൂ, വലിയ കാട്ടാനയ്ക്ക് ലാടവടിക്കുന്നവന്മാരുണ്ടെന്ന്. പിന്നെ മോശ പേടിച്ച് വിറച്ച് പോയി. ഒറ്റയടിക്ക് ഒരു തന്നെ കൊന്നേച്ച് വന്ന പുള്ളിയാ. പക്ഷേ ഇതിൻ്റെ പുള്ളി ഇറച്ചി തന്നില്ല കൊല്ലുമെന്ന് പറഞ്ഞു. പിന്നെ മോശയുടെ ഒരു ഗുണം, മോശ ദൈവസന്നിധി ചെന്നു. ആകെ പേടിച്ച് അങ്കലാപ്പെടുത്തി എന്ന് തമ്പുരാൻ ചോദിച്ചു, എന്നാന്നോ? ഞാൻ അന്നേ പറഞ്ഞതാ സഭാ ചാർജ് വേണ്ടെന്ന്. എനിക്ക് വിൽക്കാം, തടിച്ച നാവാ, എന്നെ കൊണ്ട് ഒക്കുകയല്ല. ഞാൻ അന്നേ പറഞ്ഞതാ. കാര്യം എന്നാന്നോ? കൊല്ലുമെന്നാ പറഞ്ഞേക്കുന്നത്. ആര്? അവർ കമ്മിറ്റിക്കാർ. കഴിഞ്ഞ ദിവസം ഒരു കമ്മിറ്റി കൂടി, അടിയന്തര കമ്മിറ്റി കൂടി ബില്ല് പാസ്സാക്കി തട്ടിയേക്കാൻ. തമ്പുരാൻ ചോദിച്ചു, എന്നെ തട്ടാൻ അവർ തീരുമാനിച്ചു.
ഞാൻ അന്ന് പറഞ്ഞതാ സഭാ ചാർജ് വിശേഷിച്ച് മുണ്ടത്താനം വേണ്ടെന്ന് ഞാൻ അന്ന് പറഞ്ഞതാ. എന്നാലും പറഞ്ഞ് ഞാനുണ്ട്, കൂട്ടിന് അകരവനുണ്ട്, കൂടെ വടിയുണ്ട്, ഗോലുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ വിട്ടിപ്പോൾ ഞാൻ കിടന്ന് ചക്രജാതം വലിക്കുക. അവർ കൊല്ലുമെന്നാ പറഞ്ഞേക്ക്. തമ്പുരാൻ പറഞ്ഞ അവരാരും നിന്നെ കൊല്ലത്തില്ല. ഇല്ലില്ല, അവർ തീർത്ത് കൊല്ലും. വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് കൊന്നേക്കാൻ, മെസ്സേജ് വന്നെന്ന് പറഞ്ഞു. തമ്പുരാൻ ചോദിച്ചു, ആണ്ട് എന്തിനാ ഈ കൊല്ലുന്ന എന്തിനാ? ചുമ്മാ ഒരുത്തനെ കൊല്ലുവോ? കൊല്ലുന്ന എന്തിനാണോ? അയ്യോ ഇറച്ചി കൊടുത്തില്ലേ കൊല്ലുവെന്നാ പറഞ്ഞേക്കുന്നത്. തമ്പുരാൻ പറഞ്ഞ അതാണോ ഇത്ര വലിയ വിഷയം? നിസാര കാര്യമല്ലേ. അതിനാണ് മോശ പറഞ്ഞ് നിനക്ക് നിസാരമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ച് യോ ഇറച്ചി കൊടുത്തില്ലേ കൊല്ലും. തമ്പുരാൻ പറഞ്ഞ് ശാന്തമാക്, ഇറച്ചി ഞാൻ കൊടുക്കാം. ദൈവത്തിൻ്റെ വാഗ്ദത്തം, ഞാൻ ഇറച്ചി കൊടുക്കും. ഉടനെ മോശ കാര്യമായിട്ടാണോ പറയുന്നെന്ന് തമ്പുരാൻ പറഞ്ഞടാ ഭോഷ്ക്ക് പറയാൻ ഞാൻ മനുഷ്യനൊന്നുമല്ലെന്ന് പറഞ്ഞു. ഉടനെ മോശ ചോദിച്ചു ഉറപ്പാണോ? തമ്പുരാൻ പറഞ്ഞു ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ ഇറച്ചി കൊടുക്കും. ഉടനെ മോശ ചോദിക്കുക എല്ലാവർക്കും കൊടുക്കുവോ? ദൈവം ചോദിച്ചു അതിന് അല്ല ഉറങ്ങുന്നവനുണ്ട്. തമ്പുരാൻ പറഞ്ഞു ഉറങ്ങാന്നില്ല, ഇവിടെ വന്നിരുന്നല്ലേ ഉറങ്ങുന്നേ, കൊടുത്തേര്. നുണ പറയുന്നത് അള്ളയുണ്ട്, എന്നാൽ ഇവിടെ വന്നിരുന്നല്ലേ നുണ പറയുന്നത്, കൊടുക്ക്. ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നവനുണ്ട്, കൊടുക്കേ. വന്നില്ലേ ഇതിനകത്തെ, കൊടുക്ക്. ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും അല്ലയോ മഞ്ഞും മഴ മേയ്ക്കുന്നേ, ഇറച്ചി കൊടുക്കേ. ഉടനെ മോശം വയ്ക്കുക ഉറപ്പാന്നേ. തമ്പുരാൻ പറഞ്ഞു ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ ഇറച്ചി കൊടുക്കും. ഉടനെ മോശം വയ്ക്കുക എല്ലാവർക്കും കൊടുക്കുമോ? എല്ലാവർക്കും കൊടുക്കും. എങ്ങനെയാ കൊടുക്കുന്നേ? ദൈവം പറഞ്ഞതൊക്കെ എനിക്ക് വഴിയുണ്ട്, കിട്ടുമ്പോൾ അങ്ങ് സ്വോത്രം ചെയ്താൽ മതി. അല്ല നമ്മൾ തമ്മിലുള്ള ഇരിപ്പനുസരിച്ച് എന്നോടും കൂടെ ഒന്ന് പറയുന്നതല്ലേ. തമ്പുരാൻ പറഞ്ഞ നല്ലതാ, പക്ഷേ എല്ലാ കാര്യവും എല്ലാവരോടും പറയാൻ ഒക്കത്തില്ല. ഒക്കെ പറയരുത്. പുസ്തകത്തിലെ വാക്യം നിന്റെ മാർവിടത്തിൽ ജയിക്കുന്ന ഭാര്യയോട് പോലും എല്ലാ കാര്യവും കൊള്ളാം പറഞ്ഞവനെല്ലാം കിടന്ന് വെട്ടിലാത്താകുക. അത് പറഞ്ഞ അവനെ നിങ്ങളുടെ അവൻ അങ്ങ് ആട്ടെ ഒന്നും പറയുന്നില്ല. ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ പിന്നെ ഞാൻ അല്ല നീ പറഞ്ഞപ്പോൾ ഓർക്കണമായിരുന്നു. അമ്മ തലയാട്ടി, അമ്മയ്ക്ക് കാര്യം പിടികെട്ടി. അമ്മയ്ക്ക് പിടികെട്ടി കാര്യം. എല്ലാ കാര്യവും എല്ലാവരോടും പറയാൻ ഒക്കത്തില്ല. പിന്നെ തെളിവുണ്ട്, പുസ്തകത്തിൽ വാക്യമുണ്ടെന്നേ. ശൗല് കഴുതയെ തേടി പോയി ശൗമേലിനടുക്കെ ചെന്നു. ശൗമേല് കാര്യമെല്ലാം പറഞ്ഞു, തൈലപാത്രത്തിൽ തൈലമെല്ലാം ഒടിച്ചു. പിറ്റേന്ന് ശൗല് വീട്ടിൽ വന്നപ്പോൾ ശൗലിൻ്റെ ഉപ്പാപ്പൻ ചിറ്റപ്പൻ പുള്ളി എല്ലാം അറിഞ്ഞേച്ചു. നൂട്ട് ചോദിച്ചു, ഇന്നലെ എവിടെ ആയിരുന്നു? ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. മുണ്ടത്താനത്തുണ്ടായിരുന്നു. ഇന്നലെ ഒരു പ്രാർത്ഥനയ്ക്ക് എവിടെ ആയിരുന്നു? അതിവിടെ എവിടെ? അത് ശൗമേലച്ചാൻ്റെ അവിടെ. എന്നിട്ടോ കഴുതയെ പറ്റി പുള്ളി തിട്ടമായിട്ട് പറഞ്ഞു. ഉടനെ ഉപ്പാപ്പ ചോദിച്ചു, ആട്ടെ ശമുവേല് നിന്നോട് പറഞ്ഞതല്ല എന്നെ അറിയിക്കണം. ഉപ്പാപ്പൻ ആന്തെങ്കിലും ടോർപ്പിടോ വെക്കും. അടുത്ത വാക്യം നിങ്ങൾ വായിച്ചു. ശമുവേല് ശൗലിനോട് പറഞ്ഞ് എല്ലാം ഒന്നും പറഞ്ഞില്ല. സൂപ്പാസ വാക്യം കണ്ടോ? വാക്യം കണ്ടെന്ന് വായിച്ചേ. കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു. അല്ല, ശൗലിന്റെ ചിറ്റപ്പൻ ശൗലിന്റെ ഇളയപ്പൻ അവനോടും അവന്റെ ഭൃത്യനോടും നിങ്ങൾ എവിടെ പോയിരുന്നുവെന്ന് ചോദിച്ചു. നിങ്ങൾ എവിടെ പോയിരുന്നുവെന്ന് ചോദിച്ചു. കഴുതകളെ തെരയുവാൻ പോയിരുന്നു. അടുത്തത്, അവയെ കാണായികയാൽ ഞങ്ങൾ ശമൂവേലിന്റെ അടുക്കൽ പോയി എന്ന് അവൻ പറഞ്ഞു. അടുത്ത വാക്യം, ശമൂവേൽ നിങ്ങളോട് പറഞ്ഞത് എന്നെ അറിയിക്കണം. ശമൂവേൽ നിങ്ങളോട് പറഞ്ഞതല്ല എന്നെ അറിയിക്കണം. ഉപ്പാപ്പന്റെ രോഗം വേറെയാ. ശമൂവേൽ പറഞ്ഞതല്ല എന്നെ അറിയിക്കണം. അടുത്ത വാക്യം എന്ന് ശൗലിന്റെ ഇളയപ്പൻ പറഞ്ഞു. അടുത്തത്, ശൗൽ തന്റെ ഇളയപ്പനോട് കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് അവൻ ഞങ്ങളോട് തിട്ടമായി അറിയിച്ചു. അടുത്ത വാക്യം വായിച്ച്, തിട്ടമായിട്ട് കൽപ്പിച്ചു. എന്നാൽ എങ്കിലും ശമൂവേൽ രാജത്വം സംബന്ധിച്ച് പറഞ്ഞത് അവൻ അവനോട് അറിയിച്ചില്ല. ഉപ്പാപ്പനോടാന്നാലും എല്ലാം ഒന്നും തുറന്നു പറയരുത്. ഉപ്പാപ്പനാന്ന് പറഞ്ഞ ടോപ്പോടെ വെക്കും. ഭാര്യയോടും എല്ലാം തുറന്ന് പറയാനൊക്കത്തില്ല, ഭർത്താവിനോടും എല്ലാം ഒന്നും തുറന്ന് പറയാനൊക്കത്തില്ല, മക്കളോടും ഒക്കത്തില്ല. പക്ഷെ എല്ലാം തുറന്ന് പറയാൻ പറ്റുന്ന ഒരുത്തനുണ്ട്. ആരുമില്ലാത്തപ്പോൾ നീ മുറിക്കകത്ത് കയറി മുഴങ്കാലം അടക്കി നിന്റെ മനോവേദനകളും മനോഭാരങ്ങളും നിന്റെ ആദികളും വ്യതകളും വേദനകളും എല്ലാം ദൈവത്തോട് പറ. അവിടുന്ന് നിനക്ക് പൂർണ്ണ വിടുതൽ നൽകും.
യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം എല്ലാം യേശുവോടു ചെന്ന് നിമിത്തം എല്ലാ കാര്യവും നിന്റെ കർത്താവിനോട് പറയാം. എല്ലാ കാര്യവും പറയാനൊക്കെ തന്നെ എല്ലാവരോടും. ഉടനെ മോശം ചോദിക്കുക, നമ്മൾ നമ്മളുടെ ഇരിപ്പനുസരിച്ച് തമ്പുരാൻ പറഞ്ഞു കൊടുക്കും. എങ്ങനെയാ കൊടുക്കുന്നേ? കൊടുക്കുവേണ കാട്ടിലെ മൃഗത്തെ അറത്താന്നോ? അതൊക്കെ ഞാൻ കൊടുത്തോളാം, നീ അങ്ങ് സ്വോത്രം ചെയ്താൽ മതി. സമുദ്രത്തിലെ മത്സ്യത്തെ പിടിച്ചു കൊടുക്കുക. ഇടേ ഞാൻ കൊടുക്കാന്ന്. ഉടനെ മോശം ചോദിക്കുക, അടുത്ത കാലത്ത് വല്ലതും കൊടുക്കുവോന്ന്? തമ്പുരാൻ ചേട്ടാ പൊട്ട, അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും പൊട്ട, നാളെ തന്നെ കൊടുക്കും. മുന്നോട്ടധികം നീട്ടുകയല്ല, നിന്റെ വിഷയത്തിന് നാളെ വിടുതലാന്ന്. നാളെ തന്നെ കൊടുക്കും. ഉടനെ മോശം ചോദിക്കുക, ഒരു നേരത്തേക്കേ ഉള്ളൂ എന്ന്. അല്ല, ന്യായമായ ചോദ്യമോ? ഒരു നേരത്തേക്ക് തന്നെ അന്ന് എത്ര ടൺ ഇറച്ചി വേണം? കാലാള് തന്നെ 6 ലക്ഷം, പിന്നെ പെണ്ണും പെടക്കോടിയും പെറുങ്ങണിയും പിള്ളേരും എല്ലാം കൂടെ 30 അല്ല 50 അല്ല. ഇന്നത്തെ കാലമാണോ പിള്ളേര്? ഒരുത്തനെ പറ്റി എഴുതിയിരിക്കുന്ന 70 മക്കളെന്ന്. ഇല്ലേ? ഗിദയോനെ 70 എണ്ണം മറ്റേ കല്ലേ വെച്ച് ചതച്ച് അതിനെയെല്ലാം കൊന്നു കൊടുത്ത മാത്രം ഓടി രക്ഷപ്പെട്ട്. ആ കണക്ക് വെച്ച് നോക്കാൻ 1 കോടി അല്ല. നമ്മൾ അത്രയും കണക്കിലൊന്നും പോകണ്ട, അസുഖം ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ നിനക്ക് എന്നെ ചിരി വന്നു. ബെന്നിപ്പാസ്റ്റർ മോനെ അവനൊരു ചിരി അത് കേട്ടപ്പോൾ. അപ്പൊ ശ്രദ്ധിച്ചേ, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. മോശം അതുകൊണ്ട് വെച്ചാൽ ഒരു നേരത്തേക്കേ ഉള്ളൂ എന്ന്. ഒരു നേരത്തേക്ക് തന്നെ അന്ന് എത്ര ടൺ ഇറച്ചി വേണം? ഇതുങ്ങളാണെങ്കിൽ ഉപവസിക്കുമ്പം ജീരകമുള്ളതെല്ലാം കുടിച്ചിരുന്നാൽ ഇത് കഴിയുമ്പോൾ നല്ല പിടിപിടിക്കും. പിന്നെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ഉപവസിക്കുമ്പം ഗ്ലോറി കാൽവരി ഹാലലൂ ഹാലലൂ കഴിയുമ്പോൾ നല്ല പോളിങ്ങ. അതാ മോശം ചോദിച്ചു, ഒരു നേരത്തേക്കേ ഉള്ളൂ. തമ്പുരാൻ പറഞ്ഞു, എട വിഡി, ഒരു നേരത്തേക്ക് കൊടുത്താൽ എനിക്ക് നാണക്കേടാ, ഞാൻ സർവശക്തിയുള്ള ദൈവമാ. അവിടെ വായിക്കുക, ഒരു നേരം ചോദിച്ചപ്പോൾ തമ്പുരാന്റെ വാഗ്ദത്തം ഒന്ന് വായിച്ചേ സാറ്. 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല. വായിച്ചേ സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 18 മുതൽ വായിച്ചാണ്ട് ഇടതുവശത്ത് മേളിൽ വലതുവശത്ത് മേളിലെ. എന്നാൽ ജനത്തോട് നീ പറയേണ്ടത് നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. എന്നാ നിങ്ങൾ ഇറച്ചി തിന്നെ, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരുമെന്ന് നിങ്ങൾ യഹോവ കേൾക്ക കരഞ്ഞുവല്ലോ. ആകയാൽ യഹോവ നിങ്ങൾക്ക് ഇറച്ചി തരുകയും നിങ്ങൾ ഇറച്ചി തിന്നുകയും ചെയ്യും. അടുത്തത് 1 ദിവസമല്ല, 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, 1 മാസം മുഴുവൻ മതി. അങ്ങനുണ്ട്. ഒരു നേരം ചോദിച്ചപ്പോ തമ്പുരാൻ പറയാ, പോട്ടാ, ഒരു നേരം കൊടുത്താ എനിക്ക് നാണക്കേടാ, ഞാൻ സർവശക്തിയുള്ള ദൈവമാ, ഞാൻ അഖിലാണ്ടങ്ങളുടെ ഉടയവനാ, ഞാൻ സർവജ്ഞാനിയായ ദൈവമാ, ഞാൻ സർവത്തെ സൃഷ്ടിച്ച ദൈവമാ, ഞാൻ ജീവനുള്ള ദൈവമാ, ഞാൻ ഉന്നതനായ ദൈവമാ, ഞാൻ മഹത്വമുള്ള ദൈവമാ, ഞാൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാ. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവാ. ഇന്ന് രാത്രി ഒരു നേരം കൊടുത്ത അവിടുത്തേക്ക് നാണക്കേടാ. തമ്പുരാൻ പറയാ, 1 ദിവസമല്ല, 2 അല്ല, 5 അല്ല, 10 അല്ല, 20 അല്ല, 1 മാസം മുഴുവൻ കൊടുത്തിവനെല്ലാം കൂടെ തിന്ന് ആ സമുദ്രത്തിൽ കിടന്ന് ലിവിയാതാന്റെ തലയെല്ലാം കൂടി അടിച്ചു ഉടച്ച് എവിടെയോ കിടന്ന കാടനെല്ലാം കൂടെ പാറത്തി ഇവനെല്ലാം കൂടെ പാളയമടിച്ച പാളയത്തിന്റെ മുകളിൽ കൊണ്ടുവന്ന് കാടയെല്ലാം കൂടെ അങ്ങോട്ട് നിന്ന് പറന്ന് 1 മട ഉയരത്തിൽ കാടയിങ്ങനെ പറന്ന് നിൽക്കുക. തമ്പുരാൻ പറഞ്ഞ് എത്തിപ്പിടിച്ച് ചിക്കി തിന്നാൻ പറഞ്ഞു. ആ കോളവനെല്ലാം കയറി എത്തിപ്പിടിച്ച് ആരാധിക്കാൻ മാത്രം കൈ അടിക്കുകയല്ല, കാടയെ പിടിക്കാൻ നല്ല ബിരുദാണ്. പ്രാർത്ഥിക്കാൻ ഭയങ്കര തൂക്കമാ. പ്രാർത്ഥിക്കാന്ന് പറയുമ്പോഴേ തള്ളയ്ക്ക് മിത്രക്കാരി തൂക്കമാ. മിത്രക്കാരി തൂക്കം അല്ലയോ, 2 തൂക്കം. കാടയെ പിടിക്കാൻ നല്ല ബിരുദാ. ഇവരെല്ലാം എത്തിപ്പിടിച്ചെന്ന ഇങ്ങനെ അങ്ങ് ചിന്തിക്ക, എത്തിപ്പിടിച്ച് ചിക്കി തിന്നു, തട്ടിപ്പോയി.
മൂക്കിൽ കൂടെ വരാ ചാടിയെന്ന അല്ലേ മാമേ? ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല ക്ഷീണിച്ചത്. ആ ഭാഗത്തേക്ക് ഇന്ന് പോകുന്നില്ല. ഇന്ന് രാത്രി ഒരു കാര്യം പറഞ്ഞു നിർത്താം. ഏറ്റവും ശ്രേഷ്ഠമേറിയ ഭക്ഷണമാ മന്ന. നീ വഴുകി വെച്ച് നശിക്കാതിരിക്കാൻ മന്നയെ ഭുജിക്കണം. ആ മന്ന യേശു ക്രിസ്തുവിന് നിഴല. ആ പുത്രനെ നീ ചുംബിക്കണം. എങ്ങനെ? യൂദാ ചുംബിച്ചതുപോലല്ല, ലാബാൻ ചുംബിച്ചതുപോലെയല്ല, അബ്ശാലോം ചുംബിച്ചതുപോലെയല്ല, മറിയ ചുംബിച്ചതുപോലെ. ആമൻ വീടിനകത്ത് വന്ന സമയം മുതൽ ഇടവിടാതെ ചുംബിച്ചു. ഇന്ന് രാത്രി നിന്റെ പാപം മോചിച്ചവൻ, രോഗത്തെ സൗഖ്യമാക്കിയവൻ, നിന്നെ വീണ്ടെടുത്തവൻ, നിന്നെ രക്ഷിച്ചവൻ ഇന്ന് രാത്രി കൂടെ വന്നിട്ടുണ്ട്. ആ തൃപ്പാദത്തിൽ കൂടെ കൂടെ ചുംബിക്കുവാൻ. ആ തൃപ്പാദം വിട്ട് നീ എങ്ങും പോകരുത്. ഇന്ന് രാത്രി ആ മന്നയെ ഭുജിച്ചേ. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സമൃദ്ധിയായ ജീവൻ ലഭിക്കുവാൻ അവിടുന്ന് സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഈ താണലോകത്തിൽ ഇറങ്ങി വന്ന നസ്രായനെ ചുംബിച്ചും ആരാധിച്ചും സ്നേഹിച്ചും സേവിച്ചും മുൻപോട്ട് പോകുവാൻ ഇന്ന് രാത്രി സമർപ്പിക്കുക. യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു നിത്യദൈവം, യേശു ക്രിസ്തു സത്യദൈവം. ആ സത്യദൈവത്തെ ഭജിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് തിരുമേശകെടുത്ത് ഓരോ ദിവസവും വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഇന്ന് രാത്രി നമുക്ക് സമർപ്പിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് സമർപ്പണത്തോടെ നമുക്ക് തിരിച്ചു പോകാം. എന്റെ ദൈവമേ, ഇന്ന് രാത്രി അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. വഴിയിൽ വെച്ച് ഞാൻ നശിച്ചു പോകരുത്. എന്റെ ആയുസ് മുഴുവൻ പുത്രനെ ചുംബിച്ച് അവൻ നല്ല അന്ത്യം പ്രാപിക്കുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്ക്. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഓ റിബികമനപടമല ധിരിബികമലപടമല. ആ പഴയ പാട്ടിന്റെ ചരണങ്ങൾ ചേർന്ന് പാടി നമുക്ക് ഇന്ന് രാത്രി അങ്ങ് പിരിയാം. കരുണ നിറഞ്ഞ കണ്ണുള്ളവൻ തൻ ജനത്തിൻ കരച്ചിൽ കരളലിഞ്ഞു കേൾക്കും കാതുള്ളോ. ലോകപാപ ചുമടിനെ ചിരസു കൊണ്ടു ചുമന്നൊഴിപ്പതിന് കോതാവിൽ പോയോനെ സ്തുതിപ്പിൻ യേശുദേവൻ. കൈയടിച്ച് ചേർന്ന് പാടി സ്തുതിപ്പിൻ യേശുദേവനെ. വഴിയും സത്യമും ജീവനും ഇവനെ, അവൻ അരികിൽ വരും വഴിയും ഏകുമേയവൻ. പാപ ചുമന്നൊടിച്ചവൻ മഴയും മഞ്ഞും പോലുള്ളിൽ കൃപ പൊഴിയുമേ. പാടി സ്തുതിപ്പിൻ യേശുദേവനെ. പാടി സ്തുതിപ്പിൻ യേശുദേവനെ. മരിച്ചവരിൽ നിന്നാദ്യം ജനിച്ചവൻ, രാജാക്കന്മാരെ ഭരിച്ചു വാഴും ഏകനായകൻ. നമ്മെ സ്നേഹിച്ചവൻ തിരുചോരകൾ കഴുകി നമ്മെ ശുദ്ധീകരിച്ച വിശ്വസ സാക്ഷിയെ നിനച്ച് സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. ഏഴു പൊന്നില വിളക്കുകൾ നടുവിൽ നിലയങ്കി ധരിച്ചോ. ഏഴു നക്ഷത്രം വലം കൈമാറിൽ പൊൻകാച്ച പൂണ്ടും വായിലൊരു മുനവാളും അഗ്നിജ്വാല കണ്ണുമുള്ള മാനവ മകന്. ചേർന്ന് കൈയടിച്ച് പാട്. ഓ കാലുകൾ ഉലകിൽ കാച്ചി പഠിപ്പിച്ച നല്ല പിച്ചളക്കൊത്തതും ചേലോട്ടു മുഖഭാവമാദിത്യൽ ശക്തിയോടും പ്രകാശിക്കും പോലെയും നല്ല മുടി ധവള പഞ്ഞി പോലെ ഇരിക്കും ദൈവപുത്രനെ. സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. വളരെ വെള്ളത്തിൽ നിരച്ചിൽ കോത്തതോ ശവക്കല്ലറയിൽ നിന്നും വെള്ളിയ മരിച്ചൊരുയർത്തു വരുവാനായി തക്ക വല്ലഭമുള്ളതും എളിയ ജനം ചെവിക്കൊള്ളുവതുമായി വലിയ ഗംഭീര ശബ്ദമുള്ളോനെ. സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. വലിയ ദൈവദൂതന്റെ ശബ്ദമോ ദൈവകാരണവും തന്റെ വിളിയോടിടകലർന്നു മുഴങ്ങവേ. വനലോകത്തിൽ നിന്ന് ജോലിക്കും അഗ്നിമേഘത്തിൽ വെളിപ്പെടും കാലങ്ങൾ മക്കളാനന്ദിക്ക്. സ്തുതിപ്പിൻ യേശുദേവനെ. ഹല്ലേലൂയ പാടി കൈയടിച്ച് ചേർന്ന് ഓ മന്നനകുന്ന മജികായേ മകസേനയിൻ കർത്തനെ മണ്ണും വിണ്ണും പടച്ചവനെ മനുവേല. മനു നന്ദനെ നന്ദനെ മേരി നന്ദനെ രാജ നന്ദനെ നിങ്ങൾ
നന്ദിയോടെ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ ഓ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുവേ യേശുനാമത്തിനു ജയം ഹല്ലേലൂയ അകലെ കളയുമേ യേശു രാജവിനോചന നല്ലവനം യേശു രാജന്മാരും സർവ വല്ലഭ യേശുവേ വേഗം വരണമേ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ Glory, hallelujah. Hallelujah, പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ യേശുദേവനെ